ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനം ധ്യാനിക്കുവാനും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന ചാനലിലൂടെ, മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബിൽ ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും ഇന്നത്തെ ദിവസം വലിയൊരു വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുവാൻ അടിയനെ ഒരു പച്ച പ്രാഗൽഭ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തരുന്നതിനായി സ്തോത്രം. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും കൃപയിൽ നിറയണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധം വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ആദ്യം മുതൽ അവസാനം വരെയും അദൃശ്യനായിരിക്കണം. ആലയത്തിൻ്റെ മേൽ വിശാലത, വരുന്ന മക്കൾക്ക് വിടുതൽ, ഇന്ന് കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. അപ്പോൾ ഏത് ആത്മാവിനാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ ദൈവം സംസാരിക്കുവാൻ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മുഴുവൻ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെയും ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ വളരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു വലിയൊരു വിടുതൽ വേണം. എവിടെയും വേദനയും പ്രയാസത്തിനും നടുവിൽ സാമ്പത്തിക മേഖലയിൽ നമുക്ക് എങ്ങനെ വിടുതലെടുക്കാം? ഇന്ന് കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് സൗഖ്യവും വിടുതലും വീര്യപ്രവൃത്തിയിലാണ് നടക്കുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഒരു വിടുതലെടുക്കാം, സാമ്പത്തിക മേഖലയിൽ എങ്ങനെ കയറി വരാം, നമുക്ക് ഉയരാം, നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ള ചില ചിന്താ വിഷയമാണ് ദൈവം തന്നിരിക്കുന്നത്. 5-ാമത്തെ നമ്മൾ ഒന്ന് വായിച്ചു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. എന്നുവെച്ചാൽ പണക്കാർ, ധനവാന്മാർ, പണക്കാർ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ, പണക്കാർക്ക് ദുരിതങ്ങൾ വരും. പാവപ്പെട്ടവർക്ക് മാത്രമല്ല, പണക്കാർക്ക്, അവർക്ക് എന്താ പണങ്ങിയ ദുരിതം വരാൻ കാരണം? നിമിത്തം കരഞ്ഞു മുറവിടുവിൻ. സാമ്പത്തികമുള്ളവർ ഒരിക്കലും കരയത്തില്ല. ഞങ്ങൾ പറയും, എൻ്റെ പണം കൊണ്ട് ഞാൻ ജയിക്കും. എത്ര ബുദ്ധിമുട്ടെങ്കിലും പറയും, നീ പോ, എൻ്റെ പണം കൊണ്ട് ഞാൻ ജയിക്കും. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു, വലിയ ആശുപത്രി ഉണ്ട്, എനിക്ക് നിന്നോട് വലിയ പേര് കേട്ട ആശുപത്രി ഉണ്ട്, ഞാൻ അവിടെ ജയിക്കും. പക്ഷേ ഇതൊന്നും മാനുഷ്യമായ രീതിയിൽ പറഞ്ഞാൽ ഒന്നും ജയിക്കാൻ പോകുന്ന കാര്യമല്ല. ആമേൻ, ഹല്ലേലൂയ. എത്ര നമുക്ക് പണമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നില വീടുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഫ്ലാറ്റുകളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഷോപ്പുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ബിസിനസ് മേഖല ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ പറയുന്നു, നിനക്കൊരു ദുരിതം വരുന്നുണ്ട്, നിന്റെ ദുരിതം നിമിത്തം നീ കരഞ്ഞ് മുറയിടുവേൻ. ദുരിതങ്ങൾ വരുന്നുണ്ട്. ഹാമേ, നിന്നെ സഹായിക്കുവാൻ നിന്റെ പണത്തിന് കഴിയത്തില്ല. നിന്റെ പണത്തിനെ കൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല. നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. പണക്കാട് പറയാ, നീ ഒന്ന് കരയണം. ആമേ, ഹല്ലേലൂയ. നീ കരയണം. ഇത് ദൈവസന്നിധിയിൽ കരയണം. ദൈവമക്കളെ, എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമുക്ക് എത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മേൽ ആയി പോകരുത്. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നമുക്ക് ആവശ്യമെല്ലാമാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് നിങ്ങളെ വചനങ്ങൾ കേൾപ്പിക്കാതെ വരും. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് എത്ര പണമെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ മേൽ ഒരിക്കലും പണം നമ്മളെ ഭരിക്കരുത്, നമ്മൾ പണത്തെ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണം നമ്മളെ ഭരിക്കരുത്, പണം, ആമേ, ഹല്ലേലൂയ, നമ്മൾ ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണം കാണുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകരുത്, ഒരിക്കലും നമ്മൾ അതിമറന്ന് പോകരുത്. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ, ഇന്ന് മറ്റുള്ള എത്രയോ വലിയവരെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ശരിക്കും പറഞ്ഞാൽ അവർ നല്ലൊരു ഭക്ഷണം പോലും കഴിക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ചിലർ ഭക്ഷണം കഴിക്കാതെ എല്ലാം സ്വരൂപിച്ച് വയ്ക്കും. എല്ലാ മക്കൾ ഇങ്ങനെ സ്വരൂപിച്ച് വയ്ക്കും. ഞാൻ പറയുന്നു, എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നല്ലപോലെ കഴിച്ചിട്ട് മാത്രമേ വയ്ക്കാവൂ. ഇപ്പോഴൊക്കെ നല്ല ആരോഗ്യമുണ്ട്, കടിച്ച് പറിച്ചൊക്കെ അങ്ങോട്ട് തിന്നണം. കുറച്ച് കഴിഞ്ഞ് തിന്നാന്ന് പറയുമ്പോൾ 2 പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ, അയ്യോ പല്ല് വേദന ഉണ്ടെങ്കിൽ കൊണ്ടുവച്ചാൽ കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കടമോ പരമോ മറ്റുള്ള പ്രശ്നം അതൊക്കെ ഒരിടത്ത് തിരിക്കുന്നേ. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരൊന്നും ഇല്ല. ആമേ, ഹല്ലേലൂയ. നമ്മൾ വയറ്റിന് കൊടുക്കണം. പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന ദുരിതങ്ങൾ, നിങ്ങളുടെ മേൽ വലിയവർക്ക് ദുരിതങ്ങൾ വരും. ഇന്ന് ചെറിയവർക്ക് മാത്രമല്ല, വലിയവർക്ക് ദുരിതങ്ങൾ വരും അല്ലേ? എത്ര പണക്കാരെന്ന് പറഞ്ഞാലും അവർക്കും ദുരിതമുണ്ട്. അവർ പുറത്ത് പറയണില്ലെന്നേ ഉള്ളൂ, അവരിങ്ങനെ കൊണ്ട് നടക്കും.
വലിയവർ കണ്ടോ, വലിയവർക്ക് വലിയ ആശുപത്രി, പേര് കേട്ട ആശുപത്രി, അവരൊക്കെ അതിന് വലിയെടുത്ത് പോകും. ലക്ഷങ്ങളാണ്, ഒരു സെക്കൻഡിന് വെച്ച് ലക്ഷങ്ങളാണ് എഴുതി വാങ്ങുന്നത്, ലക്ഷങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്താണ്, എൻ്റെ പണത്തെ കൊണ്ട് ജയിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിനക്ക് ദുരിതങ്ങൾ വരും, നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം, ഇതാ പറയുന്നു, നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ ധനം, നിങ്ങൾ സ്വരൂപിക്കുന്ന ധനം, നിങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ധനം, അത് എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ദ്രവിക്കും. എത്ര നിങ്ങൾ ശേഖരിച്ച് വെച്ചാലും അത് ദ്രവിക്കുന്ന ഒരു കാലത്തിലേക്ക് പോകുന്നുണ്ട്. ആമേ, ദ്രവിച്ചു പോകും, ചീർത്തയായി പോകുന്നുണ്ട്, നശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പണം ഒരിക്കലും അത് എന്ന് നിൽക്കത്തില്ല. ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചു പോയി. നിങ്ങളുടെ പൊന്ന്, അത് പറയുന്ന പണത്തെ കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങളുടെ പൊന്നുണ്ടല്ലോ, നിങ്ങളുടെ വെള്ളി ഉണ്ടല്ലോ, കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ അല്ല, എനിക്ക് കുറെ പണമുണ്ട്, എനിക്ക് കുറെ ഉടുപ്പുണ്ട്, അല്ല എനിക്ക് കുറെ കോട്ട് സൂട്ടുമുണ്ട്, ആമേ, ഹല്ലേലൂയ, എനിക്ക് കുറെ ആഭരണമുണ്ട്, ഇതെല്ലാം കറ പിടിക്കുന്ന ഒരു ദിവസത്തേക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം മഞ്ഞൊലിച്ച് കറ പിടിക്കും. എത്ര പുതുമയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പുത്തനെന്ന് പറഞ്ഞാലും, പുതിയ രീതിയിലെന്ന് പറഞ്ഞാലും, പുതിയ ആഭരണം പറഞ്ഞാലും, വചനം വിളിച്ചു പറയുന്നുണ്ട്, ഇത് കറ പിടിക്കുന്നുണ്ട്, ഇത് കറ പിടിക്കുന്നുണ്ട്, കരുവാളിക്കുന്നുണ്ട്, ഇത് കറക്കുന്നുണ്ട്. അതുകൊണ്ട് കറ പിടിച്ചു. ആ കറ ഇവിടെ പറയുന്നു, കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകുന്നുണ്ട്. അതാ പണത്തിന്റെ മേലെ ഓടുന്നവര്, ആഭരണത്തിന്റെ മേൽ ഓടുന്നവര്, വസ്ത്രത്തിന്റെ മേൽ ഓടുന്നവര്. 3 കാര്യങ്ങൾ. ഒന്ന്, പണത്തിന്റെ മേൽ ഓടുന്നവരുണ്ട്, വസ്ത്രത്തിന്റെ മേൽ ഓടുന്നവരുണ്ട്, ആഭരണത്തിന്റെ മേൽ ഓടുന്നവരുണ്ട്. വിശുദ്ധ ദിവസം പോലും വിശുദ്ധ ദിവസം പോലും ഇന്ന് 1000 ശമ്പളം കിട്ടാന്ന് പറഞ്ഞാൽ അവർ ആ ദിവസം ഓടും. ആമേ, ഹല്ലേലൂയ. വിശുദ്ധ ദിവസം തന്നെയാണ് ദൈവത്തെ ആരാധിക്കുന്നതിന് അവർ വസ്ത്രമെടുക്കാൻ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. അടുത്ത് പറയുന്നുണ്ട്, ആ വിശുദ്ധ ദിവസം തന്നെയാണ് ഹല്ലേലൂയ ആഭരണങ്ങൾ എടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ആമേ. ഇപ്പോൾ നമ്മൾ വസ്ത്രത്തിന്റെ മേലുള്ളത് നമ്മുടെ ദ്രവ്യം. ആ ദ്രവ്യം ഒന്ന് പറയുന്നു, പണത്തെ കുറിച്ച് പറയുന്നു. 2 പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രത്തിൽ നമ്മൾ അടിമയാകരുത്. ഒരിക്കലും വസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അതിൻ്റെ മേൽ വസ്ത്രത്തിന്റെ മേൽ ഉണ്ടാകുന്ന ആഡംബരം. വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെയ്യും, കടങ്ങൾ എടുത്തു, കൊണ്ടുവരുന്നവരെ 4 മടങ്ങ് ചോദിക്കുന്നതിൽ കൊടുത്ത്, അല്ലേ, നമ്മൾ എടുത്തു, അതിലും കടം കയറി, അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. എത്ര പേര് ഇത് കേൾക്കുന്നവരുണ്ട്, ഞങ്ങൾ കടം മറിച്ചാണ്, പലിശയ്ക്ക് എടുത്താണ് ഞാൻ സാരി വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ എത്ര പേർക്ക് സാരി കിട്ടിയാലും തികയില്ല. അലമാര എടുത്തൊരു 10 അലമാര മറിച്ചാലും തികയില്ല. ഏതെങ്കിലും പണ്ടത്തെ സാധനം ഇപ്പോഴും കാണും ഉപയോഗിക്കാൻ പറ്റുന്നത്, നല്ലപോലെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? കറ പിടിക്കുന്നുണ്ട്. അവസാനം ഇതെല്ലാം കൊണ്ട് അങ്ങ് തള്ളുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ. അതാ വസ്ത്രം വലിയൊരു വീട്ടിലൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ സാരി ഉടുക്കത്തില്ല. വലിയൊരു ചെറിയൊരു പോറൽ വന്നാൽ മതി, ഇതിന് വലിച്ച് ഊരി എറിഞ്ഞിട്ട് പറയും എനിക്ക് പുതിയത് വേണം. പറയണ്ട, ആ സെക്കൻഡിൽ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് എന്താണ് വലിയ ഷോപ്പുണ്ട്. അപ്പോൾ വസ്ത്രത്തിനോടുള്ള അമിതമായത് നമ്മൾ ദൈവസ്നേഹം മനണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ പണം നിന്നെ ഭരിക്കരുത്, വസ്ത്രം നിന്നെ ഭരിക്കരുത്. അടുത്ത് പറയുന്നുണ്ട് ആഭരണത്തെ കുറിച്ച് പറ, വെള്ളിയും പൊന്നും നിങ്ങളെ ഭരിക്കരുത്, അതിനെ അമിതമായി സ്നേഹിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് അതിൻ്റെ മേലുള്ള അമിതമായ സ്നേഹം ദൈവ സ്നേഹത്തിൻ്റെ കുറവിനെ കാണിക്കുന്നുണ്ട്. എല്ലാം ആവശ്യമാണ് ദൈവമക്കളെ, എല്ലാം ആവശ്യത്തിന് വേണം, എല്ലാം നമുക്ക് ആവശ്യത്തിന് വേണം. എന്തൊരു സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങൾ എന്തു പറയും, അത് തീ പോലെ നിങ്ങളെ ജഡത്തെ തിന്നുകളയുന്നുണ്ട്, അത് തീ പോലെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങളുടെ നിക്ഷേപം പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം അന്ത്യകാലത്ത് നിങ്ങളുടെ നിക്ഷേപം ശേഖരിക്കുന്നു.
നിങ്ങൾ നിക്ഷേപം ശേഖരിക്കുന്നു. എവിടെ ശേഖരിക്കണമെന്നാ വചനം പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ എവിടെ ശേഖരിക്കണം, എവിടെ സ്വരൂപിക്കണം, നമ്മുടെ സ്വർണം എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, നമ്മുടെ പണം എവിടെ ഇരിക്കണം. ഇന്നത്തെ ബാങ്കിനകത്തല്ല, ഇവിടത്തെ ബാങ്കിനൊന്നുമല്ല, സ്വർഗത്തിലായിരിക്കണം കുഞ്ഞെ, സ്വർഗത്തിലായിരിക്കണം. ഇന്ന് ഇവിടെ അടിപിടി പണത്തിന്റെ പേര് പറഞ്ഞ് പൊന്നു വെള്ളി വസ്ത്രത്തിന്റെ പേര് കടുപിടി കൂട്ടുമ്പോ ഇന്ന് വചനം വിളിച്ചു പറയുന്നുണ്ട്, അത് ഇരിക്കേണ്ടത് സ്വർഗത്തിലാണ്, ദൈവത്തിന്റെ അടുത്താണ്. ഹല്ലേലൂയ. നമുക്ക് പ്രൈസ് ദി ഹല്ലേലൂയ വരും നോക്കാം. ലൂക്കോസ് സുവിശേഷം 18:22-25 വാക്യം വായിക്കാം. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ. ലൂക്കോസ് 18:22-25 വാക്യത്തിൽ യേശു, ഇനി നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും ഒരു യേശുവിനെ അനുഗമിക്കുന്ന മുമ്പേ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ധനവാനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, നിനക്കുള്ളതൊക്കെയും പറയുന്നു, ഞാൻ എല്ലാം കൃത്യമായിട്ട് യേശുവിൻ്റെ അടുത്ത് പറയും, എല്ലാം ചെയ്യുന്നുണ്ട് കർത്താവേ, ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു കുറവ് കാണുന്നുണ്ട്. ഇന്ന് എല്ലാവരെ കുറിച്ച് ഓരോ കുറവുകളുണ്ട്. ഒരു കുറവ് ഉണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. നീ വിറ്റിട്ട് അവർക്കെല്ലാം ഒരാളല്ല, എല്ലാവർക്കും പകുത്തു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇന്ന് എല്ലാവർക്കും ഉള്ളതെല്ലാം വിറ്റ് എല്ലാവർക്കും കൊടുക്കണമെന്ന്. അത് ആർക്ക് തരുമോ? ഒന്നും ചെയ്യാത്തവരുടെ കാര്യമാണ് പറയണത്. ദൈവനാമത്തിൽ ഒന്നും ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്, ചെയ്യുന്നവരല്ല. ഒന്നും ചെയ്യാതെ കടംപിടുത്തം വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് ഇത് കേട്ട ചില ചിരിക്കണം. ഇത് കേട്ട പലരും പകുത്തു തരാൻ ഞങ്ങൾക്ക് പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാ പറയുന്നു, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കണം, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. നീ പകുത്തു കൊടുക്കുമ്പോൾ, നിനക്കുള്ള നീ പകുത്തു കൊടുക്കുമ്പോൾ എവിടെ നിക്ഷേപം ഉണ്ടാകും? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ ഇത് കേട്ടപ്പോൾ ധനവാനായതുകൊണ്ട്, അവനിത് കേട്ടു ധനവാനായതുകൊണ്ട് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു പകുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. പാസ്റ്റർ ഇതുവരെയും പ്രസംഗിച്ച കറക്റ്റായിരുന്നു. പാസ്റ്ററിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്, പ്രസംഗം മാറുന്നുണ്ട്, സ്റ്റൈല് മാറുന്നുണ്ട്, എനിക്കിഷ്ടപ്പെടുന്നില്ല പാസ്റ്ററെ. അതാ മാറ്റം വരുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ എല്ലാം കൊള്ളാം. അവസാനം ഒരു കുറ്റം പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റണില്ല, അവന് ദുഃഖിക്കേണ്ടി വന്നു. അതുവരെയും യേശുവിനടുത്ത് സന്തോഷമായിരുന്നു. വിറ്റ് പകുത്തു കൊടുക്കാന്ന് ഇത് കേട്ടിട്ട് അവൻ അതിദുഃഖിതനായി തീർന്നു. 24 വാക്യത്തിൽ ഇതൊക്കെ തീർന്നിട്ട് അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവൻ, യേശു പറഞ്ഞു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തുള്ളവർ, സമ്പത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ 2 വാക്കാറുണ്ട്, മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ അയ്യോ നമുക്ക് സമ്പത്ത് കൂടിയെന്ന് പറഞ്ഞിട്ട് അവരല്ല കുറിച്ച് പറയുന്നത്. ഞാൻ വിശദീകരിക്കും, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് വരും. അത് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസമെന്ന് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എത്ര എളുപ്പമെന്ന് പറഞ്ഞു. സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തക്കവണ്ണം ഇന്ന് എവിടെയും നമ്മൾ ഉന്നതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വസ്തുവിൻ്റെ വകയും നന്മകൾ എന്തെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഒന്നും ചെയ്യാതെ, ദൈവനാമത്തിൽ ഒന്നും ചെയ്യാതെ, ദൈവ ഇഷ്ടം ചെയ്യാതെ, നമ്മുടേതായി എനിക്കുള്ളത് എൻ്റെ എന്ന് പറയുന്നവരോട് പറയുന്നു, ഇത് എൻ്റെത് മാത്രം, എനിക്കുള്ളത്, എൻ്റെ മക്കൾക്കുള്ളത്, എൻ്റെ സഹോദരങ്ങൾക്ക് എന്ന് പറയുന്നവരോടാണ് ഇതാ പറയുന്നത്. ഒന്ന് ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാതെ എൻ്റെതായി വ്യക്തിപരമായി പറയുന്നവരോട് പറയാ, നിന്റെ വിൽക്കേണ്ടി വരും, നീ വീട്ടിൽ ദരിദ്രന്മാർക്ക് കൊടുക്കേണ്ടി വരും. ഇന്നത് കേൾക്കും, പറ, ഈ വർഷം അവസാനിക്കുന്നത് പറ, ഞാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പോവുകയാണ്, ആത്മീയ കാര്യങ്ങൾക്ക് ചെയ്യാൻ പോവുകയാണ്. സമ്പത്തിൽ കണ്ണുവയ്ക്കരുത്, യേശുവിന്റെ മുഖത്തേക്ക് നീ കണ്ണുവയ്ക്കണം. സമ്പത്ത് നിന്നെ തകർക്കരുത്, ആത്മീയ ജീവിതത്തിൽ തകർക്കരുത്. സമ്പത്ത് വലിയവനായ സമ്പത്ത്. നമ്മുടെ സമ്പത്ത് ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്.
നമ്മുടെ സമ്പത്ത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിനക്ക് സമ്പത്തായിട്ട് ആര് വരുന്നുണ്ട്? യേശു. ഒരു ചാക്ക് പണം നോക്കിക്കോ, ഇന്ന് ഒരു ചാക്ക് 50 കിലോ അരി, അപ്പൊ 50 അരി വരുന്ന ചാക്കാണല്ലോ 50. ആ ഒരു ചാക്ക് നിറച്ച് പണം കുത്തി കെട്ടി നിറച്ച് ഇങ്ങനെ സൂചി കൊണ്ട് തയ്ച്ച് നിറച്ച് എല്ലാം 500 രൂപ നോട്ടാണ്. ഒരു ചാക്ക് നിറച്ച് പണം കൊണ്ട് ഈ ചർച്ചിനകത്ത് കർത്താവ് യേശു ക്രിസ്തു കൊണ്ട് വെച്ചിട്ട് പറയുന്നു, യേശു ഇവിടെ നിൽപ്പുണ്ട്, യേശു അടുത്ത് നിൽപ്പുണ്ട്. ഒരു ചാക്ക് പണം കുത്തിക്കെട്ടി നിറച്ച് വെച്ചിട്ട് ആ ചാക്കിരിപ്പുണ്ട്, തൊട്ടടുത്ത് യേശു നിൽപ്പുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിച്ചു. ഇന്ന് ലോകത്തിലേക്ക് നിങ്ങൾ വളരെ ഞെരുങ്ങുമ്പോൾ, കടഭാരത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും വളരെ വേദന നടു നിൽക്കുമ്പോൾ ഒരു ചാക്ക് പണം കിട്ടിയാൽ കയ്ക്കോ? ഒരു ചാക്ക് പണം കുത്തിക്കെട്ടി നിറച്ച് ചിലപ്പോൾ കോടിയായിരിക്കും അതിനകത്തിരിക്കാനുള്ള ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണ്ട. പണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഉറങ്ങരുതേ. ചാക്കാണ് നിറഞ്ഞിരിക്കുകയാണ്. സൂചി കണ്ടാ കുത്തിക്കെട്ടി വെച്ചിരിക്കണത് എല്ലാം 500 കെട്ടാണ്. നിങ്ങളൊന്ന് എടുത്തോ, സൗജന്യം. യേശു പറയുന്നു, ഇതൊന്ന് എടുത്തോ, ആർക്ക് വേണം? പക്ഷെ ഇന്ന് ഒരു കൂട്ടർ പറയും, എനിക്ക് യേശുവിനെ വേണ്ട, യേശു പണം മതി. ഇന്ന് ലോകം പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണ്ട, കള്ളനായ ബർന്നബാസിനെ മതി എന്ന് ലോകം വിളിച്ചു പറഞ്ഞു. എനിക്ക് യേശുവിനെ വേണ്ട. ലോകം പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഒരു ചാക്ക് പണം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാക്കല്ലേ കോടികളുണ്ട്, നമുക്ക് രക്ഷപ്പെടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴേ 4 സൈഡിൽ കൂടെ കൈ വരും, കഴുകന്മാർ വരും. അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ച് വലിച്ചു പിടിച്ച് അല്ലേ, പൈസ കൊടുത്തില്ലെങ്കിൽ ഭീഷണിയും, രാത്രി വന്നിട്ട് അമ്മ ഉറങ്ങാനും പറ്റത്തില്ല, നമുക്കെതിരായിട്ട് വടിവാളുമായിട്ട് ഗുണ്ടകളും മറ്റുള്ളവർ രാഷ്ട്രീയരും എല്ലാം കൊണ്ട് നമ്മുടെ ഉറക്കം പോകും. നമ്മുടെ ഉറക്കം പോകും. പക്ഷെ ഇന്ന് പറയുന്നു, മാറ്റി വെച്ചിട്ട് പണം ഉണ്ടാക്കിയവൻ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ, പണത്തെ സൃഷ്ടിച്ചവനായ ദൈവ നിന്റെ കൂടെ എന്റെ കൂടെ വന്നാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഞാൻ പറയും, എനിക്ക് ആവശ്യമായ എല്ലാ ദൈവം തന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസം ആവശ്യമായ നന്മ, ഓരോ ദിവസത്തെ നന്മ ഡെയിലി തന്നുകൊണ്ടിരിക്കും. കാരണം ഇത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്നുള്ളത് ഇന്ന് എനിക്ക് തരൂ, ഇന്നുള്ള അനുഗ്രഹം ഇന്നത്തെ തരൂ. ഇത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. യേശു നിന്റെ കൂടെ വരണം. ഇതാ പറയേണ്ടത്. എന്റെ യേശു വന്നു കഴിഞ്ഞാൽ സമ്പത്താ. നിന്റെ കുടുംബത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ സമ്പത്ത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ആർക്കും ഭീഷണി മുഴക്കാനും പറ്റത്തില്ല. ആരും വന്ന് നമ്മൾ ശല്യം ചെയ്യത്തേയില്ല, നമുക്ക് തലവേദന ഉണ്ടാക്കത്തില്ല. അതാണ് പണത്തിൻ്റെ മേൽ ഓടുന്നവരോട് വരുന്നു, നിങ്ങൾ മുറയിട്ട് നിലവിളിക്കുവിൻ. ഇന്ന് നിങ്ങൾ 1-ാം സ്ഥാനം എവിടെ വരണം? യേശുവിന് കൊടുത്ത് കയറുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കറ പിടിക്കത്തില്ല. എവിടെയെങ്കിലും വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ചാനലിലൂടെ മീഡിയ മന്നറ്റിൽ കേൾക്കുന്നവരെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും കറ പിടിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിന് സ്വസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ കറ പിടിച്ച് അനുഭവത്തെ നിലവിളിച്ച് പറയണം. ഇതാ വളരെ ബുദ്ധിമുട്ടാണ്. നിന്റെ സമ്പത്ത് ഭാഗം ചെയ്യാൻ പറഞ്ഞപ്പോൾ, അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ദരിദ്രർക്ക് വിളിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ വളരെ ദുഃഖിച്ചു. ഈ ധനവാൻ വളരെ ദുഃഖിച്ചു. അതുവരെയും തല ഉയർത്തിപ്പിടിച്ചിരുന്നു. ചിലർ പ്രസംഗം കേൾക്കുമ്പോൾ തല താഴ്ത്തും. ഹല്ലേലൂയ. ദുഃഖിച്ചു. അവൻ ദുഃഖത്തോടെ കടന്നുപോയി. അവൻ തിരിച്ചു മടങ്ങിപ്പോയപ്പോ എല്ലാം ഞങ്ങൾ യോഗ്യനെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ചെയ്ത ദൈവരാജ്യത്തിൽ എനിക്ക് പ്രവേശനമുണ്ട്. യേശുവേ, എനിക്കും ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ടെന്ന് പറഞ്ഞാൽ, സമ്പത്തിൽ കൈവയ്ക്കുന്നവൻ സമ്പത്തിലേക്ക് ആയിരിക്കുന്നവര് ഒരിക്കലും ദൈവരാജ്യത്തിൽ പോവില്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എങ്ങനെയുള്ളവരാണ്? ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ നിൽക്കുന്നവര്, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മൾക്ക് ദൈവമക്കൾ, നമുക്ക് ചിലർക്ക് ഇല്ലായ്മയുടെ ഉള്ളൂ. ചിലർ പറയും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുമായിരുന്നു. വിശ്വസ്തയോടെ ചെയ്യുന്നതിന് നിങ്ങൾ കണ്ട് പ്രതിഫലം ആര് തരും? ദൈവം തരും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിലോട്ട് ഹല്ലേലൂയ കൊഴിഞ്ഞു പോകാതെ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടക സൂചികളിലൂടെ കടക്കുന്ന എളുപ്പമെന്ന് പറഞ്ഞു. ലൂക്കോസ് 6:20 വാക്യം. ഹല്ലേലൂയ. ദരിദ്രന്മായ നിങ്ങൾ എന്താണ്? ഭാഗ്യവാന്മാർ. ദൈവരാജ്യം ആർക്കുള്ളത്?
നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ദൈവരാജ്യം, നിങ്ങൾക്ക് പണത്തിൽ ദാരിദ്ര്യമുള്ളൂ, പക്ഷെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ട്. ഇന്ന് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ആമേ, ഹല്ലേലൂയ. വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതല്ല, ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിൽ ഇല്ല, പക്ഷേ അവർക്കിന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇതാ വിളിച്ച് വചനം പറയുന്ന അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ദരിദ്രന്മായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ദരിദ്രനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. എങ്ങനെയുള്ളവർക്ക് പോകുന്നു? ആത്മാവിൽ ദരിദ്രരായവർ, ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെല്ലാം നിലവാര ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് എവിടെയൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, ഏതെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പറ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഇന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോ, ഇന്ന് ലോകം നോക്കി നിൽക്കുമ്പോ നീ കയറിപ്പോകും. ഹല്ലേലൂയ. പറ, ഞാൻ കയറിപ്പോകോ, ഞാൻ യേശുവിന്റെ അടുത്ത് കയറി വരൂ. ഇന്ന് പറ, ആത്മാർത്ഥത പറ, ഞാൻ യേശുവിന്റെ അടുത്ത് കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 13:22 വാക്യം. മത്തായി 13:22. വിതയ്ക്കപ്പെട്ടതോ ഒരുത്തന് വചനം കേൾക്കുന്നു. ഞെരുക്കത്തിലൂടെ, മുള്ളെന്ന് പറയുമ്പോൾ ഞെരുക്കാണ്. ആ മുള്ളെന്നറിയാം, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു വളർന്നപ്പോൾ ഞെരുങ്ങുന്നു, അല്ലേ? ചില പ്രയാസ നടുവിൽ, ബുദ്ധിമുട്ട് നടുവിൽ വചനം കേൾക്കുന്നു. ബുദ്ധിമുട്ട് പ്രയാസ നടുവിലും കഷ്ടയുടെ നടുവിലൊക്കെ വചനം കേൾക്കുന്നു. എങ്കിലും ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വാഞ്ചനയും വചനത്തെ ഞെരുക്കുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടു വളരെ പ്രയാസവും ബുദ്ധിമുട്ട് നടുവിൽ എല്ലാം തീർന്ന് അവസാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പാസ്റ്റർ പ്രസംഗിക്കുന്നത്, സിസ്റ്ററെ നിങ്ങളുടെ ദൈവം വിടുതലയക്കും, അത്ഭുതം ചെയ്യും, കാര്യം ചെയ്യും. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിലൊക്കെ വരണം, ആരാധിക്കാൻ വരണം, അത്ഭുതമൊക്കെ ചെയ്യും കേട്ടോ, വലിയ വിടുതലയക്കുവേ. പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു, അവിടെ വിടുതലാകുന്നു, അത്ഭുതം ചെയ്യുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നു, ശനിയാഴ്ച വലിയ വിടുതൽ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഞായറാഴ്ച വന്ന് അടുത്ത സൂപ്പർ മാർക്കറ്റ് വിളിക്കുകയാണ്, നിന്നെ അവിടുത്തെ മാനേജരാക്കാൻ പോകണമെന്ന്. വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു, ശനിയാഴ്ച വലിയ അത്ഭുതങ്ങൾ കണ്ടു, ഞായറാഴ്ച സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജരായിട്ടാ പോസ്റ്റിംഗ്. ഈ ലോകത്തിൻ്റെ ചിന്തയിലേക്ക് വീഴുന്നുണ്ട്. ഇതാ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞെരുങ്ങുന്നുണ്ട്. ചിലർ വചനത്തിൻ്റെ മുള്ളിൻ്റെ പോലെയാണ്, മുള്ളു പോലെയാണ്, ഞെരുങ്ങുന്നുണ്ടെങ്കിലും ആമേ ഹല്ലേലൂയ. ചിലർ ഞെരുങ്ങുന്നുണ്ട്, ഞെരുങ്ങിപ്പോകുന്നുണ്ട്. ധനത്തിനൊത്ത വാഞ്ചയും വചനത്തെ ഞെരുങ്ങുന്നു, നിശ്ചയമായി തീരുന്നുണ്ട്. ചില കേട്ടിട്ട് ഞെരുങ്ങിയിട്ട് നിഷ്ഫലമായി തീരുന്നുണ്ട്. വചനം കേൾക്കുന്നുണ്ടെങ്കിലും നിഷ്ഫലമായി തീർന്നു പോകുന്നുണ്ട്. അത് ഒരു കൂട്ടർ അങ്ങനെയാ. വിടുതലും അനുഗ്രഹം കേൾക്കുന്നുണ്ട്, എവിടെയൊക്കെ വീണു പോകുന്നുണ്ട്, തകർന്നു പോകുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 12:15 വാക്യം. ലൂക്കോസ് 12:15 വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കോളാം. പിന്നെ യേശു പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞു. ദ്രവ്യാഗ്രഹം അടുത്തൊരു കെണിയാണ് ദ്രവ്യാഗ്രഹം. ഈ ലോകത്ത് ഏറ്റവും വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദ്രവ്യാഗ്രഹം അത്. അങ്ങനെ സകല ദ്രവ്യാഗ്രഹവും, സകലത്തിൻ്റെ മേൽ ദ്രവ്യാഗ്രഹമുണ്ട്. സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തൻ്റെ സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവയിൽ അവൻ്റെ ജീവനാധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം പലപ്പോഴും നമ്മുടെ പരാജയത്തിലേക്ക് കടന്നു പോകും. ദ്രവ്യാഗ്രഹം എപ്പോഴും നമുക്കെന്താ വരുന്നത്? വലിയ കഷ്ടതയിലേക്ക് വരും. ദ്രവ്യാഗ്രഹം എപ്പോഴും ജയിലിൽ പോവേണ്ടി വരും. ദ്രവ്യാഗ്രഹം വരുമ്പോൾ പലതെന്തെയും കണ്ണിലൊക്കെ കിട്ടാത്തത് കയ്യിലെടുക്കാൻ പോകും. കയ്യിലെടുക്കുന്നതെന്തെയും പോലീസ് പിടിക്കും. പോലീസ് പിടിക്കുമ്പോൾ എന്തെയും ജയിലിൽ പോവേണ്ടി വരും.
പല ദ്രവ്യാഭരണങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് തരുന്ന നന്മയിൽ നിന്നും ജീവിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത ഒരു കാര്യം, ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിലും കൈവയ്ക്കരുത്. ദൈവഹിതമില്ലാത്ത കാര്യത്തിൽ നമ്മൾ കൈവയ്ക്കരുത്. നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. ദൈവഹിതമില്ലാത്ത ഒരു കാര്യവും നിശ്ചയ ദ്രവ്യാഗ്രഹം ആവശ്യം. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ അല്ലെ ബിസിനസ് ചെയ്യുമ്പോൾ ദൈവഹിതമില്ലാത്ത ഒന്നും ബിസിനസ് ചെയ്യരുത്. പണം ഉണ്ടാക്കാൻ വേണ്ടി 10 രൂപയുള്ള സാധനം 50 രൂപയ്ക്ക് വിൽക്കരുത്. ഹല്ലേലൂയ. ന്യായമാറ്റിയെ കൊടുക്കാവൂ. ഹല്ലേലൂയ. എന്നോട് ഇന്നലെ ഒരു പോലീസുകാരൻ പറഞ്ഞു, ഞാൻ സംസാരിച്ച പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ മേൽ ഞാനിവിടെ 150 രൂപ വയ്ക്കുമ്പോൾ അടുത്ത ഒരാൾ 400 രൂപ വിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് ഒരിക്കലും ശരിയല്ല, അനീതിയാണ്. ഹല്ലേലൂയ. ആ വ്യക്തിയോട് പറഞ്ഞു, ഇത് ദൈവം ചോദിക്കും. ഒരു ഹിന്ദുവായ ഒരു വ്യക്തി പറയുക, ആമേ ഹല്ലേലൂയ, കൂടുതൽ പണം ഉണ്ടാക്കുവാൻ അല്ലെ കൂടുതൽ അല്ലെ കടന്നു പോകുവാൻ അതിലോട്ട് പോകുമ്പോൾ അത് വളരെ സൂക്ഷിക്കണം. ദ്രവ്യാഗ്രഹം പലപ്പോഴും നമ്മുടെ പരാജയത്തിനാണ്. അത് നിങ്ങൾ വിട്ടൊഴിയണം. ഹല്ലേലൂയ. നമുക്ക് ദൈവം തരുന്നതിൽ നിങ്ങൾ തൃപ്തിപ്പെടണം. ദൈവം തരുന്ന അനുഗ്രഹത്തിൽ തൃപ്തിപ്പെടുമെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന യേശു നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും പണത്തിന് വേണ്ടി ഓടുന്ന അനുഭവങ്ങളുണ്ട്. വിശുദ്ധ ദിവസം പോലും ഓടുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ദൈവത്തെ വിട്ട് ഒരു കാരണവശാലും അതിലോട്ട് പോലെ അതെല്ലാം വിട്ട് ഒഴിഞ്ഞു വരണം. ദൈവഹിതമില്ലാത്തൊന്നും ഒരു പണം പോലും എൻ്റെ കയ്യിൽ വരല്ലേ എന്ന് പ്രാർത്ഥന. നിങ്ങളുടെ കയ്യിൽ ദൈവഹിതമില്ലാത്തത്, കണക്ക് തെറ്റുന്നത്, കണക്ക് തെറ്റാത്തത് ഒരു കാരണവശാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അപ്പാ, ദൈവഹിതമില്ലാത്തത് എൻ്റെ കയ്യിൽ വരല്ലേ. പരീക്ഷിക്കാൻ വേണ്ടി കണക്ക് തെറ്റിയൊക്കെ വരും ദൈവമക്കളെ. ഒരുപാട് വരും. കണക്ക് തെറ്റി വരുമ്പോൾ ചിലർ കിട്ടണം കൊണ്ട് ഓടും. പക്ഷെ അതോടെ നമ്മൾ ഓടി വീഴുവാനിട വരും. വീഴുവാനിട വരുത്തരുത്. അതിൽ നിന്ന് വിട്ടൊഴിയണം. നിങ്ങൾ അതിൽ സൂക്ഷിക്കണം. വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കണം. ദ്രവ്യാഗ്രഹം നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയത്തിനാ കാരണമാകുന്നത്. ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തൻ്റെ മേൽ സമൃദ്ധി ഉണ്ടായാലും, ഒരുവന് സമൃദ്ധി ഉണ്ടായി അവൻ്റെ വസ്തുവകയിൽ അവൻ്റെ ജീവന് ഹേതുമായ വസ്തുവകയെല്ലാം അവൻ്റെ ആധാരമായിരിക്കുന്നത്. ആധാരമെന്ന് ഒത്തിരി സമൃദ്ധി ഉണ്ടായാൽ അവൻ്റെ വസ്തുവകയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ഒരു ഭയങ്കര അനുഗ്രഹം ഉണ്ടായി നമ്മളതിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. ചില പറയും, കണ്ട കയറണ വാങ്ങിച്ചു കൂടണ അതിൽ അസൂയപ്പെടരുത്. ഹല്ലേലൂയ. നമുക്ക് തരുന്ന അനുഗ്രഹത്തെ നമ്മൾ തൃപ്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിലേക്ക് നമ്മൾ നിർത്തുമ്പോൾ മറ്റൊരു അനുഗ്രഹത്തിലേക്ക് സമൃദ്ധി ഉണ്ടായാലും അതിലേക്ക് നമ്മൾ പോകരുത്. അതിലോട്ട് കണ്ണുവയ്ക്കരുത്. അവന്റെ ജീവനോ ഏതു ആധാരമാക്കിയിരിക്കുന്നു എന്ന് തിരുവചനം വിളിച്ചു പറയുമ്പോൾ അതിന്റെ മേൽ വിടുതലാണ്. 1 തിമോഥെയോസ് 6:10 വാക്യത്തിൽ നമുക്ക് നോക്കാം. 1 തിമോഥെയോസ് 6:10 ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, അത്യാഗ്രഹം, ആർത്തി സകലവിധ ദോഷത്തിൽ നിന്നും മൂലമല്ലോ. ചില പണത്തിൻ്റെ മേൽ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ വ്യക്തിയുടെ കയ്യിലുള്ള പണത്തോടാണ് സ്നേഹം. നിങ്ങളിങ്ങനെ സൂക്ഷിച്ചോ. ഇത് നിന്നോടുള്ള സ്നേഹമല്ല, നിങ്ങളുടെ പണത്തിലാണ് ഇപ്പം കണ്ണു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ പണത്തോട് ഭയങ്കര സ്നേഹിക്കും. പക്ഷെ പണം പോകുമ്പോൾ പലതും പൊത്തോനെ താഴെ വീഴും. മനസ്സിലാക്കാൻ വേണ്ട ദ്രവ്യാഗ്രഹ സകല ദോഷത്തെ വിട്ടു ചിലർ അത് കാംക്ഷിച്ചിട്ട്, ഇതാണ് ചിലർ, അതാ ആ കൂട്ടത്തിലുള്ളതാണ് ചിലത്. ഞാൻ പറഞ്ഞ ആള് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴുന്നു. ആ വ്യക്തിയുള്ള വിശ്വാസം പോയി. ഇനി വിശ്വസിച്ചും ഇങ്ങനെ നാരങ്ങളും കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇനി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി പറഞ്ഞാൽ പിടിക്കും. അതുകൊണ്ടല്ല, ബഹുദുഃഖം നിങ്ങൾക്ക് അധീനമായി തീർന്നു. ഈ പറഞ്ഞ വ്യക്തി ഇപ്പം ബഹുദുഃഖങ്ങൾക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. കാരണം അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ശക്തിയോടെ. അതാ വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ നന്മയിലാണോ കണ്ണു വച്ചിരിക്കുന്നത്, വ്യക്തിയിലാണോ കണ്ണു വച്ചിരിക്കുന്നത്? നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുക്കില്ലെന്ന് പറഞ്ഞു നോക്ക്. അവർ ഏത് തറവാട്ടാണെന്ന് മുണ്ടും അടുത്ത് കെട്ടി വിളിക്കും. കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. വല്ലപ്പോഴേക്കും ഇത് ചാനലിൽ ടെസ്റ്റ് ചെയ്യ്. നിങ്ങൾ ചില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കൂല, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു നോക്ക്. അവർ ഏത് അമ്മേരെ പാലാണ് കുടിച്ചതെന്ന് കൃത്യമായിട്ട് വിളിച്ച് പറയും. വല്ലപ്പോഴും ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് നമുക്കിന്ന് ബഹുദുഃഖം വിട്ടെന്ന്. വിശ്വാസം ചിലർ കേട്ട് കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടെഴുന്നു. കർത്താവായ ദൈവത്തുള്ള വിശ്വാസം,
ബഹുദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിരിക്കുന്നു. അത് വലിയൊരു ദുഃഖത്തിന് കാരണമായി തീർന്നു. 1 തിമോഥെയോസ് 6:9 വായിച്ചു 1 തിമോഥെയോസ് 6:9. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്നു. മൗഢ്യവും നോക്കിക്കോളാം. ഒന്ന് ഞാൻ വായിക്കാം. ധനികന്മാരാകാൻ, പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് ഏറ്റവും വലിയ പണക്കാരനാവണം. ദൈവമക്കളെ, നമ്മൾ പണക്കാരനാക്കാൻ കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പണി കിട്ടും. ദൈവനാക്കാൻ ശ്രമിക്കുക. പറ, എന്നെ കർത്താവ് പണക്കാരനാക്കണം. ആരാക്കണം? മത്സരം പറ. ദൈവം പണക്കാരനാക്കണം. മനുഷ്യൻ പണക്കാരനാക്കാൻ ശ്രമിച്ചാൽ വലിയ പരീക്ഷകൾ അകപ്പെടും. ഇന്ന് 2 കോടി 25 ലോട്ടറിയൊക്കെ 25 കോടിയൊക്കെ അടിക്കുന്നവരുടെ അവസ്ഥയിൽ കേൾക്കുന്നില്ലേ? ഹല്ലേലൂയ. കോടികൾ ലോട്ടറിയൊക്കെ അടിക്കുമ്പോൾ വലിയ പണത്തിലേക്ക് ഇന്നുപോലെ കള്ളക്കടത്തുകൾ, അതുപോലെ തന്നെ കഞ്ചാവ്, പല മയക്കുമരുന്നുകൾ, മദ്യം, ഇതെല്ലാം വിറ്റ് പണക്കാരനാവാൻ ശ്രമിക്കുന്നവരുണ്ട്. മദ്യം കച്ചവടം ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ 500 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് 1000 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. അതാ ബൈബിൾ പറയുന്നത്, ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, അത്യാഗ്രഹം, ആർത്തി. ചില പറയും ആർത്തി പണ്ടാരം, കള്ളനോട്ട്, പണങ്ങൾ വർദ്ധിപ്പിക്കുക, 10 രൂപ കൊടുത്തിട്ട് 50 രൂപ വാങ്ങുക. അല്ലേ? ചില നിങ്ങൾ ആ പൈസയൊക്കെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പാസ്റ്ററേ നിർത്ത്. ഇല്ല. വചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിലും. ഇത് പറയുമ്പോൾ ധനികനാകുവാൻ ആഗ്രഹിക്കുന്ന, പണക്കാരനാകുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവഹിതമില്ലാതെ പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിൽ കെണിയിൽ അകപ്പെടും. വലിയ കെണിയിൽ പണക്കാരനാവാൻ നോക്കിയത്, വലിയ സമ്പത്തുണ്ടാക്കുവാൻ നോക്കിയത്, തടികൾ അല്ലേ, ചന്ദന തടികൾ, മറ്റുള്ള സാധനങ്ങൾ, ഇത് പലതൊക്കെ കട്ട് ചെയ്ത് അല്ലെ മോട്ടിച്ച്, ദ്രവ്യാഗ്രഹം യാതൊരു രീതിയിലും വേണം നോക്കാം. അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് അങ്ങനെ നിൽക്കും. അത് എന്തെന്ന് പറയുന്നുണ്ട്? അത് പരീക്ഷയിൽ അകപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുപോകരുത്. അവരെ കൂട്ട് നിൽക്കുന്നവനും കൂടെ നിന്നവനെല്ലാം പണി കിട്ടും. ശ്രദ്ധിക്കണം. നീയും കൂടെ നിന്നാൽ നിനക്ക് ഒരു 5000 തരാം. അപ്പോൾ പറയും 2 ദിവസം പണിക്ക് വയ്യ, 5 ദിവസം പണിക്ക് 5000. ഒറ്റ സെക്കൻഡ് 5000 കിട്ടുമ്പോൾ കണ്ണ് മങ്ങിപ്പോകരുത്. പരീക്ഷയിലാകുമ്പോൾ അവിടെ ചെന്നിരുന്നുണ്ട്. ഇപ്പം നല്ല ഫുഡ് എന്തൊക്കെയാണ് പറയുന്നത്, അത് തിന്നാൻ വേണ്ട, ദൈവം തരുന്നതിനെ തൃപ്തിപ്പെടും. ഹല്ലേലൂയ. പരീക്ഷയിലകപ്പെടും. പറ, ശത്രു നിങ്ങൾ പരീക്ഷ ഒരുക്കുന്നുണ്ട്. ബൈബിൾ വിളിച്ചു പറയുന്നുണ്ട്, നീ കെണിയിലകപ്പെടും, കെണിയിൽ കൊടുക്ക്, ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത ജയിലറയിലായി പോകും. അതാ കെണിയിൽ കൊടുക്കും. ഇന്ന് പണത്തിന് പേര് പറഞ്ഞത് പലരും കെണികൾ വരുന്നുണ്ട്, കുടുക്കുകൾ വരുന്നുണ്ട്. ചില പറയും ഓഫീസിൽ ജോലിക്ക് വിട്ടു, ഇനി ഓഫീസിൽ നിന്ന് അറിയണ്ട, ആ കിട്ടുന്ന കമ്മീഷൻ കൂടെ നമുക്ക് എടുക്കാം. അങ്ങനെ ഉള്ളവർക്ക് വരുന്നുണ്ട് പണി. ഓഫീസിൽ പോയി സാധനത്തിന് ജോലിക്ക് പോയി, ഇനി ഓഫീസിൽ പറയണ്ട, മാഡം അറിയണ്ട, സാറ് പറയണ്ട, നമുക്ക് ഒളിച്ചു പോകാൻ രാവിലെ. അവർ കെണിയിലും എവിടെ നമുക്കെതിരായിട്ട് പണത്തിന് കൂടുതൽ ആർത്തി വയ്ക്കുമോ, സ്വർണം, മാല പലതും കാണും. ചാനലിലൂടെ നിങ്ങൾ മാത്രമല്ല പലതും കാണും, പലയിടത്തും നിൽക്കും, പലയിടത്തും കാണും. ഇതൊക്കെ എടുക്കുന്നത് അവസാനം എന്ത് ചെയ്യും? വലിയ കെണിയിലകപ്പെട്ടു പോകും. ആമേൻ. ഒന്ന് നമ്മുടെ അഭിമാനം പോകും. നമുക്കൊരു അഭിമാനമുണ്ട് അല്ലേ? അതൊക്കെ നഷ്ടപ്പെട്ട കെണിയിലും കുടുക്കുകളിലും മനുഷ്യൻ സംഹാരനാശങ്ങളിലേക്ക് എവിടെ പോകും? സംഹാരനാശത്തിലേക്ക് മുങ്ങിപ്പോകും. മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് പലവരും പണം വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ഗുണ്ടായിട്ട് മാറുമ്പോൾ അവൻ കെണിയിലും കുടുക്കിലും അകപ്പെടുന്നുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും സഹോദരങ്ങൾ നശിക്കുന്നത് മദ്യത്തിന്റെ മയക്ക് നശിക്കുമ്പോൾ അവൻ വലിയ കെണിയിലകപ്പെടുന്നത്. അവന് വലിയ വണ്ടി വേണം അല്ലേ? എല്ലാവരും സഞ്ചരിക്കാട്ടിലും ബട്ടർഫ്ലൈ വണ്ടി വേണം. അവന് പണമുണ്ടാക്കണം, പെട്ടെന്ന് പണമുണ്ടാക്കുവാൻ അവൻ പെട്ടെന്ന് പല രീതിയിലും ദൈവഹിതമില്ലാത്ത തെരഞ്ഞെടുക്കും. അവസാനം പറയുന്നുണ്ട് അവൻ കുടുങ്ങിപ്പോയി. ഇട വരുന്നുണ്ട്. അത് മൗഢ്യമായ ദോഷകരമായ
പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. ഇത് മാത്രമല്ല, പല മോഹങ്ങൾക്കും പണം വരുമ്പോൾ ഇത് മദ്യപിക്കണമെന്ന് തോന്നും. മദ്യപിച്ച് കഴിയുമ്പോൾ പറയും ഇനി നമുക്കൊന്ന് ഉല്ലസിച്ചിട്ട് വരാം, കൂട്ടും വിളിക്കുക, ഹല്ലേലൂയ. അതാ പലപ്പോഴും പണക്കള സംഭവിക്കുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കണം. എവിടെയും വരുന്ന ദോഷം വരുന്നുണ്ട്. ആമേ, മോഹങ്ങൾക്ക് വരുന്നുണ്ട്. മോഹങ്ങൾക്ക് ഇരയായിത്തീരും. പണം വരുമ്പോൾ ചില മോഹങ്ങളോടെ വരുന്നുണ്ട്, ജനിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:19 വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർന്ന കൈ കൊടുത്ത് പറ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിന് ഒത്തവണ്ണം തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കരം അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ഈ വചനം പറയുമ്പോ തന്നെ ഇന്നതിന്റെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ശക്തിയോടെ ഈ അല്പസമയം ഇത് പിടിച്ചത്. ഈ വർഷത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. ഈ വർഷത്തിന്റെ ബുദ്ധിമുട്ട് ദൈവം മാറ്റട്ടെ. കരം അടിച്ച് പ്രാപിച്ചോ. ഓ ശക്തിയോടെ അടമല ബലബല ശന്തല ഭൂഡവ രാജപദീന രഗരെ വൈഡവ രാജപദീന രഗരെ ശന്തൽ പ്രൗഢവ രാജപദീന. ശക്തിയോടെ പോരാ. പ്രാപിച്ചോ. നിങ്ങളെ ബുദ്ധിമുട്ട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവമേ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവ പൈതലെ തീർത്തു തരും. വത്സല ബ്രദറിനോട് പറയുന്നു, ദൈവം നിന്റെ കടത്തെ തീർത്തു തരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളുടെ കടഭാരത്തെ തീർത്തു തരും. ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഏത് ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് തീർത്തു തരും. ദൈവം ശക്തനാണ്. ആ ദൈവത്തിന് നമ്മൾ ഇരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാണ്. ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഇതാ പറയുന്നു, എന്റെ ദൈവമേ. കൈ പയിച്ച് പറ, നെഞ്ചിൽ കൈവച്ച് പറ. ഇത് കാണാതെ പഠിച്ചു വയ്ക്കണം. ഇത് കാണാതെ പഠിച്ചു വയ്ക്കണമെങ്കിൽ നമ്മൾ കെണിയിലും കുടുക്കിലൊന്നും അകപ്പെടില്ല. നമ്മുടെ പ്രതീക്ഷ യേശുവിലായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കേ. നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്ത് യേശു വിശ്വസിക്കേ. യേശു നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യും. യേശു ഒരു അത്ഭുതം ചെയ്യും. എന്റെ യേശു, എന്റെ ദൈവമേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ ആശ്രയം ദൈവത്തിലായിരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പൈതലായി ഒരു ക്രിസ്ത്യാനിയായിട്ട്, ക്രിസ്തുവിന്റെ മകനായിട്ട് ജീവിക്കുന്നവരോട് പറയുന്നു, നിങ്ങളെ ബുദ്ധിമുട്ട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ മകനായിട്ട് ജീവിക്കുന്നവരോട് പറയാ, എന്റെ ദൈവമേ. എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, എന്റെ ദൈവമേ, എന്റെ യേശുവേ. ദൈവമേ എന്ന് പറഞ്ഞത് യേശുവിനെ വിളിച്ചോ, എന്റെ യേശുവേ. വിളി, ചുമ്മാ അങ്ങോട്ട് വാദന വിളിച്ചോ, ശക്തിയോടെ വിളി. ദൈവം അത്ഭുതം ചെയ്യുന്ന പകൽക്കാലമാണ്. ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാടുണ്ട്. കടഭാരങ്ങള്, വീടിന്റെ കടഭാരങ്ങള്, ബാങ്കിന്റെ ഭാരങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ഭാരങ്ങള്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മനുഷ്യന്റെ മേൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക്, നിങ്ങൾ കരയുന്ന വേദനകൾക്ക് ഒരു മറുപടി ദൈവം തരാൻ പോകുന്നു. ആത്മാ പറയുന്നുണ്ട്, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, 24 അവസാനിക്കും മുമ്പേ ഒരു വലിയൊരു ദൈവ പ്രവൃത്തി, അടഞ്ഞുപോയ വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഏറ്റെടുത്തോ. അടഞ്ഞുപോയ വിഷയത്തിന്റെ മേൽ ഈ വർഷം തന്നെ ഡീലിംഗ് നടക്കുന്നുണ്ട്. സംഭവിക്കട്ടെ. ചില മറുപടി ഇല്ലാത്ത വിഷയത്തിന്റെ മേൽ ശബരകമന ധാരവര വൈഡമന ധാരമന ശന്തല ബൗഡവ രാജപദീന രഗനെ അസ്തല ബൗഡവ രാജപദീന രഗനെ ദീനവ രാജപദീന രഗനെ വൈഡവ രാജപദീന. ദൈവമക്കളെ, നിങ്ങളെ ബുദ്ധിമുട്ട് മാറ്റുന്ന ദൈവം നിലവിളിച്ചോ. ഇത് സാക്ഷിയായി തീരാൻ പോകുന്നുണ്ട്. ഇതിനകത്ത് സാക്ഷി പറയുന്നുണ്ട്. നിങ്ങളെ ദൈവം മുമ്പിൽ കൊണ്ടുവരും. നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എന്റെ യേശു മാറ്റുന്നുണ്ട്.
ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ചില വിടുതലുകൾ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപജീവന മേഖലകളിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ ചില നന്മ വരുന്നുണ്ട്. ഞാൻ വിളിച്ചു പറയും, നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട്. സിസ്റ്റർ വരുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ ചില നന്മ ലക്ഷങ്ങൾ 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 അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. ബ്രദറെ, നിന്റെ അക്കൗണ്ടിലേക്ക് ലക്ഷം കയറുന്നുണ്ട്. ചില ബുദ്ധിമുട്ടുകൾ, ഓ ഹല്ലേലൂയ, ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, കടഭാരം അനുഭവിക്കുന്നവരെ, ദൈവത്തിലാ പ്രതീക്ഷ. എന്റെ കടഭാരം മാറും. ഇത് പറഞ്ഞപ്പോ ഹല്ലേലൂയ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർന്നു. ഈ അനുഭവമുള്ളവരോട് പറയുക, നീ പ്രാർത്ഥിക്കണം, നിങ്ങൾ കരയണം, ദൈവം നിങ്ങൾക്ക് തീർത്തു തരും. ആ അനുഭവത്തോടെ വന്ന ഒരു വ്യക്തി ആയുണ്ടായെന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് നടന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചില വിഷയത്തിന്റെ മേൽ മറുപടി വരും. പ്രതീക്ഷയോടെ ഇരിക്കണം. ദൈവമാ തീർത്തുന്നത്. ദൈവമേ, ഇതാ പറയുക, എന്റെ ദൈവമേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും, ബുദ്ധിമുട്ടുന്ന സകല വിഷയത്തിന്റെ മേൽ എങ്ങനെ മറുപടി വരുന്നു? മഹത്വത്തോടെ. മഹത്വത്തോടെ അറിയാലോ, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയാലോ. മഹത്വത്തിന് ഒത്തവണ്ണം, ദൈവത്തിന്റെ ഉയർച്ചയ്ക്ക് പുകഴ്ചയ്ക്ക് ഒത്തവണ്ണം, തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തേരും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ പൂർണ്ണമായി തീർത്തേരും, മനുഷ്യനിലല്ല. ഇന്ന് പൂർണ്ണമായി തീരണമെങ്കിൽ ദൈവത്തിലായിരിക്കണം, ദൈവത്തിലായിരിക്കണം, ദൈവത്തിലായിരിക്കണം. ഓ ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൽ നിങ്ങൾ സമർപ്പണം. മനുഷ്യർ അല്പം പോലും മനുഷ്യർ പ്രതീക്ഷ വെക്കരുത്. ഇന്ന് മറ്റുള്ള മനുഷ്യർ നിങ്ങൾ വെക്കരുത്. ആരെയും പ്രതീക്ഷ വെക്കരുത്. ബാങ്കിലോ മറ്റാരെയും പ്രതീക്ഷ വെക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും കുഞ്ഞ്. ദൈവത്തിൽ പൂർണ്ണമായിരിക്കുമെങ്കിൽ ദൈവത്തിന് മഹത്വത്തിന് ഒത്തവണ്ണം ദൈവ പ്രവൃത്തി സംഭവിക്കും. ഒരത്ഭുതം ചെയ്യണമെങ്കിൽ യേശുവിന് മാത്രമേ പറ്റൂ. തന്റെ ധനത്തിന് ഒത്തവണ്ണം. എന്റെ കർത്താവ് യേശു ധനമാണ്. യേശു ആരാണ്? ധനവാനാണ്, സമ്പത്താണ്. യേശുവിന്റെ പക്കൽ എല്ലാം ഉണ്ട്. യേശുവിന് ഒരു കുറവുമില്ല. എന്തുകൊണ്ട് നിനക്ക് ദൈവത്തെ വിശ്വസിച്ചുകൂടാ? ചിലർ പറയും, യേശുവിന് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ വരാത്തത്, യേശുവിന് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അടുത്ത് വരാത്തത്. യേശു നീ വിചാരിക്കുമ്പോഴത്തെ കുറവുള്ളവനൊന്നുമല്ല. സകലത്തിന്റെ മേൽ നിറഞ്ഞ, സകലത്തെ, ആകാശത്തെ, ഭൂമി ഉണ്ടാകാൻ ഈ സകലത്തിന്റെ മേൽ സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ആമേ, ധൈര്യത്തോടെ പറയാം. അതാ പറയുന്നത് എബ്രായർ 13:5 മുതൽ 6 വരെ വാക്യം. എബ്രായർ 13:5. നിങ്ങൾ പിടിച്ചെടുക്കണം, അനുഗ്രഹം കളയരുത്. ദൈവമക്കളെ പിടിച്ചെടുക്കണം. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വലിയ വിടുതൽ സംഭവിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഞെരുങ്ങുന്ന വിഷയത്തിന്റെ മേൽ വലിയ വിടുതൽ സംഭവിക്കണം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ആമേ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് മതി. ഒരു കല്യാണം നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഈ വീടിനെ മേടിച്ച് 4 കിലോ വീട് വയ്ക്കണം, അടുത്ത വീട് പലിശ അതെല്ലാം മാറ്റി വെച്ചിട്ട് കല്യാണ സമയം നടക്കുമ്പോൾ കടക്കാരെല്ലാം 4 സൈഡ് നിൽക്കും. മതിയെന്നേ, എൻ്റെ ഇത്രയും പൈസകൾ, ഇത് മതി, ചെയ്യാൻ പറ്റുന്ന നല്ലപോലെ ചെയ്തോളണം. അതാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഏത് കാര്യത്തിലും മലയാളികളെ സംബന്ധിച്ച് അവർ തൃപ്തിപ്പെടില്ല. അവർക്ക് ഇവിടുത്തെ ഒരു കാര്യത്തിൽ തൃപ്തിപ്പെടില്ല. വസ്ത്രത്തിലും തൃപ്തിപ്പെടുത്തില്ല, ഒരു കാര്യത്തിലും തൃപ്തിപ്പെടുമോ? ഇല്ല. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു, തൃപ്തിപ്പെടുത്തുന്നൊരു യേശു ഉണ്ട്. നിനക്ക് തൃപ്തിപ്പെടുത്തുന്നൊരു യേശു ഉണ്ട്. മനുഷ്യൻ തന്നാൽ തൃപ്തിപ്പെടുമോ? ഇല്ല. ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തുന്ന, ഉള്ളതോടെ തൃപ്തിപ്പെടുവിൻ. അത് ഏത് കാര്യമായാലും. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പിടിച്ചെടുത്തോളണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. ഞാൻ നിന്നെ ഒരു നാളും, നീ തൃപ്തിപ്പെട്ടാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ഞാൻ നിന്നെ ഒരു നാള് കൈവിടില്ല. ദൈവം കൈവിടൂല മക്കളെ, കൈവിടത്തില്ല, ഒരു നാൾ കൈവിടില്ല എന്നവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ 6-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നെഞ്ച് വിരിച്ചു നിന്ന് പറയാൻ പോവുകയാണ്.
ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. യേശു തുണയായിട്ട് നിന്റെ കൂടെ വന്നാൽ നീ പേടിക്കുമോ? കർത്താവായ യേശു നിന്റെ കൂടെ തുണയായിട്ട്, നിന്റെ തുണ എന്ന് പറയുന്നത് നിന്റെ ഭർത്താവല്ല, നിന്റെ മക്കളല്ല, നിന്റെ മരുമകളല്ല, നിന്റെ മരുമകനല്ല, എൻ്റെ യേശുവാണ് തുണ. ഇന്ന് പലരും പറയും, എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് തുണയുണ്ടായിരുന്നു, ഇന്നൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, ഈ കഷ്ടപ്പാടൊന്നും സഹിക്കണ്ട, ഞാൻ ചുമ്മാ ഇരുന്നാൽ മതി. ഭർത്താവിൻ്റെ പേരല്ല എഴുതിയത്, കർത്താവിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം നിനക്ക് തുണ. ആര് തുണ? എൻ്റെ കർത്താവ് യേശു നിനക്ക് തുണയായി. ഞാൻ നിന്റെ കൂടെ, നീ പേടിക്കരുത്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ധൈര്യത്തോടെ നിന്ന് പറ. ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നിന്റെ കൂടെ ആരിയിരിക്കും? യേശു ഇരിക്കും. ചിലർ പറയും, ഇപ്പൊ കാണാം, എല്ലാം കൂടെ ചെയ്തു തരുമ്പോൾ കാണാം, ഒരു കല്യാണം വരട്ടെ, എല്ലാം കൂടെ ചെയ്തു തരുമ്പോൾ കാണാം, ആരുമില്ല, ഭർത്താവില്ല, മക്കൾ ചില ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ തന്നെയാണ്, ചില മക്കളുണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ചില ഭവനത്തിലൊക്കെ പ്രശ്നപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. പലയിടത്തും ഹല്ലേലൂയ സഹോദരിമാരാ കൂടുതലും ഭാരം അനുഭവിക്കുന്നത്. സഹോദരിമാരാ ഇന്ന് ഇതിനകത്ത് കൂടുതലും ഭാരം അനുഭവിക്കുന്നതിനകത്തല്ല, ഇന്ന് കൂടുതലും വേദന അനുഭവിക്കുന്ന സഹോദരിമാരാണ്. അപ്പോൾ കേൾക്കും, പാസ്റ്ററേ നമ്മൾ ആണുങ്ങളെ വിട്ടുകളഞ്ഞോ? ഇല്ല, എല്ലാം കൂടെ സഹോദരിമാരെ മണ്ടയില വെച്ച് കൊടുത്തിട്ട് കാണാത്ത പോലെ നടക്കും. ഇലയിട്ട് വെച്ചിട്ട് വന്നിട്ട് കേൾക്കും, ശരിയായോ? ജോലിക്കും പോകില്ല, കുടുംബം നോക്കില്ല, ഒന്നും നോക്കൂല. റെഡിയായോ എന്നോ ചോദിക്കുന്നത്. ആദ്യമേ നോക്കണം ഇതെല്ലാം കുടുംബത്തിൻ്റെ മേൽ. സകല ഭാരം വഹിക്കുന്ന ദൈവമക്കളെ, സഹോദരിമാരെ, നിങ്ങൾ ഞാൻ പറയുന്നു, നിന്റെ കൂടെ നിനക്ക് തുണയായിട്ട് ആരുണ്ട്? നിന്റെ കൂടെ നിരിക്കുന്ന ഒരു യേശു ഉണ്ട്. നിനക്ക് തുണയായിട്ട്, നിനക്ക് സകലത്തിന്റെ മേൽ തുണയായ ഒരു യേശു ഉണ്ട്. അതുകൊണ്ടാ ധൈര്യമായിരിക്കുന്നത്, അല്ലേ? ഒരു ധൈര്യം എടുത്തോളണം, ഒരു ഉറപ്പെടുത്തോളം. സഹോദരന്മാരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ കൂടെ വരത്തില്ല. ധൈര്യമായിട്ട് പറ, എനിക്ക് തുണയായിട്ട് യേശു ഉണ്ട്, എനിക്ക് യേശു ഉണ്ട്, എൻ്റെ കൂടെ യേശു ഉണ്ട്. ചിലപ്പോൾ കുടുംബത്തിൻ്റെ മേലൊക്കെ ഭാരം വഹിക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ചിലവർ മൊത്തത്തിലേ സഹോദരിമാരായിരിക്കും. എല്ലാം കൂടെ കൊച്ചിന് മാമുഞ്ഞ കൊടുക്കണ മുതൽ അവസാനം താലി എടുത്ത് കൊടുക്കുന്നവരെയും സഹോദരിമാരായിരിക്കും. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ട്. നിന്റെ കൂടെ ഒരു യേശു ഉണ്ട്, നിന്റെ കൂടെ ഒരു യേശു ഉണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ തുണയായിട്ടുണ്ട്. ഞാൻ പേടിക്കില്ല, ഞാൻ പേടിക്കില്ല. പലരും നിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി ആത്മാ പറയുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്ന ഒരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വിളിച്ചു പറയുകയാണ്. പലവരും നിന്റെ വീഴ്ച കാണുമെന്ന് കൊതിച്ചിരിക്കുന്നവരുണ്ട്. ആത്മ പറയുന്നുണ്ട്, നിന്റെ വീഴ്ച കാണാൻ പലരും കൊതിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ഒരു പരാജയം കാണുമെന്ന് പലരും കൊതിക്കുന്നുണ്ട്. ആത്മ പറയാ, നിന്റെ പരാജയം കാണാൻ വേണ്ടി പലരും കൊതിക്കുന്നുണ്ട്. യെസ് 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 യെസ്, അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നീ പരാജയപ്പെടും. ഓ, ഇത് പറയുമ്പോ തന്നെ ഒരു ദൈവ സാന്നിധ്യം വന്ന് മൂടുകയാണ്. ചില ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ പരാജയത്തെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. രബനബ രഗനബ റികബ ശംതല ബൗഡബ വൈഡവ രാജബ ദീന രഗനെ അസ്തല ബൗഡബ രാജബ ദീന രഗനെ ധീരബ രാജബ ദീന രഗനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചിലർ എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നു, ചിലർ നിന്റെ പരാജയം കാണാൻ വേണ്ടി കൊതിക്കുന്നവര് വെളിയിലല്ല, നിന്റെ കുടുംബത്തിനകത്തുണ്ട്. കുടുംബത്തിനകത്ത് നിന്റെ ശത്രുക്കൾ ഇപ്പം വെളിയിലല്ല, അകത്താണ്. മനസ്സിലാക്കാതെ അകത്താണ്. ചിലപ്പോൾ ചിരിക്കുന്നവർ തന്നെയാണ് നിന്റെ പരാജയം കാണാൻ വേണ്ടി. ചിലർ ആഗ്രഹിക്കുന്നത് അതൊന്ന് പൊട്ടിക്കുന്നുണ്ട്. ആ പദ്ധതി ദൈവം പൊളിക്കുന്നുണ്ട്. ആ പദ്ധതി ദൈവം പൊളിക്കുന്നുണ്ട്. പിടിച്ചോട്, പിടിച്ചോട്, പിടിച്ചോട്.
രഗമന ശന്തല ഭൗഡവ രാജമദീന രീഗമ രാജമദീന രഗനെ വൈഡവ രാജമദീന രഗന. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രക്തം ജയമെടുക്കുന്നു. ഒരു വീഴ്ചയ്ക്ക് കാണാൻ, ഒരു വീഴ്ച വരുവാൻ ദൈവമക്കളെ വീണ്ടും വചനം ആവർത്തിച്ചു ആത്മാവിൽ പറയുന്നു. ഒരു വീഴ്ച കാണാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊരു വീഴ്ച വരുന്നത് കാണാൻ വേണ്ടി കൊതിക്കുന്നവര് ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയെങ്കിലും താഴെ വീഴണം, എങ്ങനെയെങ്കിലും താഴെ വീഴണം. അങ്ങനെ കൊതിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയുന്നു, അതിൻ്റെ മേലൊരു വിടുതൽ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. നീ വീഴത്തില്ല, വീഴത്തില്ല, വീഴത്തില്ല. നിനക്കൊരു പരാജയം കൊണ്ടിട്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോ ഒരു പരാജയം കൊണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ. നീ നിലവിളിക്കുന്നത് കാണാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ടെന്ന് ആത്മാവ് വിളിച്ച് പറയുന്നുണ്ട്. നീ വാവിട്ട് നിലവിളിക്കുന്നത് കാണാൻ വേണ്ടി കൊതിക്കുന്ന ചിലവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാ അതിന്റെ മേലൊരു വിടുതൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മേലൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓ, കരമടിച്ച ശക്തിയോടെ പ്രാപിര്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അന്മേൽ കരമടിക്കുമ്പോ ആ ബന്ധനങ്ങൾ പൊട്ടിക്കുക, ആ ബന്ധനം പൊട്ടിക്കുക. ശബരകമന ധാരവാര ശക്തിയോടെ, ശക്തിയോടെ. നിന്റെ പരാജയത്തെ കൊതിക്കുന്നവര്, നിന്റെ പരാജയം കണ്ട് രസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി അവര് വിചാരിക്കുന്ന അപ്പുറമായി ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. രണ്ട് കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത് വെറുതെ വിളിച്ചു പറഞ്ഞല്ല, ദൈവമക്കളെ ഞാൻ വെറുതെ വിളിച്ചു പറഞ്ഞതല്ല. നിങ്ങൾ വിശ്വസിക്കേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. രണ്ട് കാര്യം. നിനക്കൊരു പരാജയം വരാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവരുണ്ട്. ഇന്ന് ആത്മാവിൽ കണ്ട് പൊട്ടിച്ചിറങ്ങിക്കൊള്ളണം. അതിനകത്ത് തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ ഇവിടെ പ്രാർത്ഥിച്ച് യേശുവേ എന്ന് വിളിച്ച് നിലവിളിച്ചെടുക്കുമെങ്കിൽ ഇന്ന് അവർക്കൊരു പരാജയം ദൈവം കൊടുക്കും. നിന്റെ പരാജയം കണ്ട് ആഗ്രഹിക്കുന്നവർക്ക്, നിന്നെ കണ്ട്, നിന്റെ വിടുതൽ കണ്ട്. ഞാൻ ആദ്യമായിട്ട് 2025 പ്രവചിക്കുന്നത് 2025 പൂർത്തീകരിക്കുന്ന മുമ്പേ ഞാൻ 2025 പ്രവചിക്കുക. 2025 വർഷം പൂർത്തീകരിക്കുന്ന മുമ്പേ ചിലത് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവർ ഓടാൻ പോകുക. നിനക്ക് എതിരായിട്ട് നിൽക്കുന്നവർ ഓടി ഒളിക്കുന്നുണ്ട്, ഓടി ഒളിക്കുന്നുണ്ട്. നിന്റെ നാശം കാണാൻ ആഗ്രഹിച്ചവർ, നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചവർ, നിന്റെ നാശം കാണാൻ ആഗ്രഹിച്ചവർ, നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചവർ ഓടി ഒളിക്കുന്നുണ്ട്, ഓടി ഒളിക്കുന്നുണ്ട്. 25 ഓടി ഒളിക്കുന്നുണ്ട്. ശവനധാരവ രാജമദീന രഗന വൈഡവ രാജമദീന രഗന തീര പ്രൗഢ. അതിന്റെ ഒരുക്കങ്ങൾ, ആമേൻ, ശ്രദ്ധിച്ചു കേക്ക്. അതിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ആമേൻ. അതിന്റെ ഒരുക്കങ്ങൾ എവിടെ നടക്കുന്നുണ്ട്? അണിയറയിൽ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നുണ്ട്, ആരൊക്കെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കെതിരായിട്ട് നിൽക്കുന്നവന് അടിയറ പറയുന്ന വർഷമാണ്. ദൈവമേ പിടിച്ചെടുത്ത് നീ പരാജയപ്പെടൂല. നിന്റെ കൂടെ യേശുവുണ്ട്, നിന്റെ കൂടെ യേശുവുണ്ട്. നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പറ, ഞാൻ യേശുവിന്റെ മകളാ. പറ, പറ, പറ. ആടധാര ചൂടവ രാജമദീന രഗന വൈഡവ രാജമദീന രഗനെ ശബ്ദന വൗഡേ. ശക്തമായിട്ട് പിടിച്ചെട്. നിന്റെ നാശം കാണുവാൻ, നിന്റെ നാശം കാണുവാൻ, നിന്നെ നിന്റെ മക്കളെ നാശങ്ങൾ ആഗ്രഹിച്ചവർ, ഓ നിന്നെ നിന്റെ മക്കളെ നാശങ്ങൾ ആഗ്രഹിച്ചവർ നിന്നെ വിട്ടു ഓടിപ്പോകുന്നുണ്ട്, വിട്ടു ഓടിപ്പോകുന്നുണ്ട്. ഓ ഹല്ലേലൂയ.
യേശുവേ, ഇന്നെന്തൊക്കെയോ ദൈവ അത്ഭുതങ്ങളുടെ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഇറങ്ങി നിൽക്കുക. ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ഓ യേശുവേ, ഓരീബല ശംദല ബൗഢപരാജപദീനാരകനെ വൈഡപരാജപദീനാരകനെ ശംദല ബൗഢപരാജപദീനാരകന. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ വരെയും നിങ്ങൾ പേടിച്ചു. നിങ്ങളെ കണ്ട് അവർ പേടിക്കാൻ പോവുക. ഇന്നലെ വരെ നീ പേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് അവർ പേടിക്കാൻ പോവുകയാണ്. എത്ര മനസ്സിലായി? എത്ര മനസ്സിലായി? എത്ര മനസ്സിലായവർ മനസ്സിലായവർ ആമേൻ പറഞ്ഞോ? ഓ ഹല്ലേലൂയ. ചിലപ്പോ നമുക്ക് വാരി തരുന്നവരാണ് നമുക്കെതിരായി തിരിയുന്നത്. നമ്മൾ വിചാരിക്കും എന്നാലും മക്കളെ, അകത്തൊന്ന് പുറത്ത് പലതുമാണ്. ഇന്ന് പലയിടത്തും നടക്കുന്നത് അകത്തൊന്ന് വെച്ചുകൊണ്ട് പുറത്തിരിക്കുന്നത് ആത്മാവിന് അകത്തിരിക്കുന്നതിനെ വലിച്ചു പുറത്തിടുകയാണ്. നിന്റെ അകത്തിരിക്കുന്ന നിഗൂഢമായ ചിന്തകളെ, രഹസ്യങ്ങളെ, പിശാചിന്റെ പദ്ധതികളെ ദൈവം പൊളിച്ചെടുക്കുകയാണ്. നിനക്കൊരു പരാജയം വരൂല. നീ ദൈവത്തോടിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു പരാജയം വരത്തില്ല. ആത്മാ പറയുന്നുണ്ട്, നിന്റെ കരം പിടിച്ചിരിക്കുന്ന തുണയായ യേശുവാണ്. എന്റെ തുണ യേശുവാ. നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ലെന്നേ, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നേ. ഓ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, പറ, എന്നെ തോക്കുവാൻ എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. എന്റെ ദൈവം വിട്ടുകൊടുക്കൂല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയും, എന്റെ പരാജയങ്ങൾ ഈ ദേശം ഒരുപാട് കൊതിച്ചു. വേണമെങ്കിൽ പറയാം, എന്റെ മരണം വരെ കാണാൻ കൊതിച്ചതാ. എന്റെ മരണം വരെ ഈ ദേശത്ത് കാണാൻ കൊതിച്ചു. പക്ഷെ എന്റെ ദൈവനെ വിട്ടുകൊടുത്തില്ല. എന്റെ കർത്താവ് എനിക്ക് തുണയായത് കൊണ്ട് ഞാൻ പറയാ, എന്റെ ദൈവം എനിക്ക് തുണ. എന്നെ പരാജയപ്പെടുത്താൻ നോക്കിയവരൊക്കെ ഇപ്പൊ എന്നെ കണ്ട് പേടിക്കുക. കാര്യം എന്നത് എന്നെയല്ല, എന്റെ ദൈവത്തെ കണ്ട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഓ ഹല്ലേലൂയ. അത് നിങ്ങളുടെ മേൽ വ്യാപരിക്കുക, ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. മനുഷ്യൻ ധൈര്യത്തോട് എന്ത് പറയാം? അവരിനി എന്തൊക്കെ ചെയ്താലും മന്ത്രവാദമല്ല, അവിചാരമല്ല, നിന്റെ പണം കൊണ്ട് എന്തൊക്കെ ചെയ്താലും ചാരമാക്കി തീർക്കുന്ന സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങുന്നുണ്ട്. നീ പണം കൊടുത്ത്, നിന്റെ കയ്യിൽ 10 പണമുണ്ട്, നീ അവിചാരമോ മന്ത്രവാദം ചെയ്തോ, ശുദ്ര എന്തൊക്കെ ചെയ്തോ, തിരിച്ച് നിന്റെ മേൽ വരുന്നുണ്ട്. തിരിച്ച് ചെയ്തവർക്ക് ഇതാ പറയുന്നു, തിരിച്ചു വരുന്നൊരു കാലമായി, തിരിച്ചു വരുന്ന സമയമായി. ഇവരുടെ ചെയ്തെന്റെ കുടുംബത്തിനകത്ത് ചെയ്തവർക്ക് തിരിച്ച് റൂട്ട് മാറ്റി വിടുന്നുണ്ട്. ചെയ്തവരുടെ റൂട്ട് നിന്റെ കുടുംബത്തിന് മേൽ വന്നതിന് റൂട്ട് മാറ്റുന്നുണ്ട് ദൈവം. ഇന്നലെ പേടിച്ചു, സമാധാനമില്ല, സ്വസ്ഥയില്ല. നിന്റെ കുടുംബത്തെ തകർത്ത് എറിഞ്ഞില്ലയോ? നിന്റെ മക്കളെ തകർത്തെറിഞ്ഞില്ലയോ? നിന്റെ ഹസ്ബൻഡിനെ തകർത്തെറിഞ്ഞില്ലയോ? കുടുംബത്തിന്റെ ഐക്യത എറിഞ്ഞില്ലയോ? കുടുംബജീവിതം തകർത്തെറിഞ്ഞില്ലയോ? ഇതാ പറയുന്നു, ദൈവ തിരിച്ച് റൂട്ട് തിരിക്കുന്നുണ്ട്, റൂട്ട് തിരിക്കുന്നുണ്ട്, റൂട്ട് തിരിക്കുന്നുണ്ട്, റൂട്ട് തിരിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. എടാ, ഒരു കൂട്ടര് ഈ ലോകത്തായിരിക്കുമ്പോ ഒരു കൂട്ടർ നശിച്ചു കാണാനാണ് ഇഷ്ടം. ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നത് നശിച്ചു കാണാനാ. പക്ഷെ ഒരു കൂട്ടർ പറയും അനുഗ്രഹം കാണാനാ. എല്ലാവർക്കും ഒരുപോലത്തെ മനസ്സും കാഴ്ചപ്പാടൊന്നുമല്ല. ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരു കൂട്ടർ പറയും നീ നശിച്ചു കാണണം, ഒരു കൂട്ടർ പറയും നീ അനുഗ്രഹം കാണണം. അത് ആത്മാവുള്ളവനെ പറയൂ. ആത്മാവുള്ളവൻ, ആത്മാവിൽ ജനിച്ചവനെ പറയൂ നീ രക്ഷ പ്രാപിക്കണം. ഒരു കൂട്ടർ നശിച്ചു കാണാൻ ആഗ്രഹിക്കുമ്പോ ഒരു കൂട്ടർ പറയൂ അവർ അനുഗ്രഹം പ്രാപിച്ചു. അനുഗ്രഹം പ്രാപിച്ച കൂട്ടത്തിലാ പറയുന്നു
മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ധൈര്യത്തോടെ നമുക്ക് പറയാം, യേശു എനിക്ക് തുണയാണ്. എഫെസ്യർ ലേഖനം 4:28 വാക്യം. എഫെസ്യർ 4:28 വാക്യം. ഈ ആത്മഭാരത്തോടെ ഇരിക്കണം. ഇപ്പൊ വ്യാപരിച്ച ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കണം. ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിന് ചില വിടുതലുകൾ. നിങ്ങൾ അവിശ്വാസത്തിലിരിക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്നോ, ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന മാസമാണിത്. ഞാൻ ഈ മാസം പറഞ്ഞു, ഈ മാസം തുടക്കം പറഞ്ഞു, ഈ മാസം ഏത് മാസം? അത്ഭുതത്തിൻ്റെ മാസമാണ്. ഇതിനകത്ത് വരുന്ന അത്ഭുതങ്ങളാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മാസമാണ്. എഫെസ്യർ 4:28 വായിച്ചോ. കള്ളം കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കേണ്ടത് വേണ്ടത്. നോക്കി, എഫെസ്യർ 4:28 വാക്യത്തിൽ കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലതുപോലെ പ്രവർത്തിച്ച് അധ്വാനിക്കണം. കള്ളൻ കക്കാതെ. മോഷണം അറിയാലോ, ഇന്ന് പലതും സ്വരൂപിച്ച് വെച്ചുകൊണ്ട് വെക്കുന്നത് പറയും, അയ്യോ പോയി. അല്ലെ, കള്ളൻ കക്കാൻ വേണ്ടി കള്ളൻ പലുണ്ട്. കള്ളന്മാരുണ്ട്, കള്ളന്മാരെ പേടിക്കണം. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളൻ ഇനി കക്കാതെ, കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകാതെ, കള്ളൻ മോഷ്ടിക്കാതെ വചനം വിളിച്ചു പറയുന്നു, മുട്ടുള്ളവന് ദാനം ചെയ്യുവിൻ. നിങ്ങൾ ദാനം ചെയ്യണം. ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം. നമ്മൾ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കണം. ആമേ, അധ്വാന ഫലം ദൈവം കാണുന്നുണ്ട്. അത് നിലനിൽക്കും. അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നത് ആര് കൊണ്ടുപോകും? കള്ളം കൊണ്ടുപോകും. അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നത് ആര് കൊണ്ടുപോകും? കൈ കൊടുത്ത് പറ, അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നത് ആര് കൊണ്ടുപോകും? കള്ളം കൊണ്ടുപോകും. രാത്രി ഉറക്കമില്ല. എവിടെയൊക്കെ ഇരിക്കുന്നു. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കള്ളം മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ച് 4 മടങ്ങല്ല 16 മടങ്ങ് വരും ദൈവമക്കളെ. നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നും ദൈവം അറിഞ്ഞു തരുന്ന നന്മ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അവൻ്റെ ഉള്ളതൂടെ പോകും. എടുത്തുകൊണ്ട് പോണവൻ്റെ ഉള്ളതൂടെ പോകും. പക്ഷെ നിങ്ങൾക്ക് 16 മടങ്ങാര് ദൈവം തരും. അതിന് ഒരു മാറ്റവുമില്ല, ഒരു സംശയവുമില്ല. ഇന്നെവിടെയെങ്കിലും അതാ പറയുക, കള്ളൻ ഇനി കക്കാതെയും മുട്ടുള്ളവന് ദാനം ചെയ്യുവിൻ, ഉണ്ടാകേണ്ട കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനെ കൈകൊണ്ട് നല്ലത് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ 1 തിമോഥെയോസ് 6:17 വാക്യം. 1 തിമോഥെയോസ് 6:17 മുതൽ 19 വാക്യം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലം ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചു കൊള്ളേണ്ടതിന് വരും കാലത്തേക്കും നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ഇതിന്റെ തിരശ്ശീലയോട്ട് പോവുകയാണ്. ഇതുവരെ ശ്രദ്ധിച്ച് കുറെ കൂടെ ശ്രദ്ധിക്കണം. 1 തിമോഥെയോസ് 6:17 വാക്യം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിനല്ലാത്ത നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പിൻ. ധനവാനോടല്ല ആശ വയ്ക്കേണ്ടത്, ദൈവത്തോടാണ് ആശ വയ്ക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നിങ്ങളെ പ്രതീക്ഷ ആരിലായിരിക്കണം? കർത്താവ് യേശു ക്രിസ്തുവിലായിരിക്കണം. നന്മ ചെയ്യുവാനും സൽപ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ നിങ്ങൾ ചെയ്യണം. സൽപ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പോഴറിയാം നിങ്ങൾ സൽപ്രവർത്തി, ദൈവനാമത്തിന് വേണ്ടി സൽപ്രവർത്തി ചെയ്യണം. അപ്പോൾ സൽപ്രവർത്തികൾ നല്ല പ്രവർത്തിക്കണം ചെയ്താൽ സൽപ്രവർത്തികളിൽ സമ്പന്നരാണ്. നല്ല പ്രവർത്തി ചെയ്താണ് സമ്പന്നരാകാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനശീലവും ഔദാര്യമുള്ളവരായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളണം. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളണം. നിക്ഷേപം, നമ്മുടെ നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. നിങ്ങൾ ദൈവനാമത്തിന്
വിതയ്ക്കുന്നത്, നിങ്ങൾ ആലയത്തിൽ വിതയ്ക്കുന്നതെല്ലാം എവിടെയെന്നറിയാമോ? ഇവിടെ നമ്മൾ 10,000 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഇവിടെ കൊണ്ടുവന്ന് എന്താണ് ഒരു കാച്ചിൽ അല്ലെങ്കിൽ ഒരു തേങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്തു, നിങ്ങൾ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ശരിക്കും ഒരു കാച്ചിൽ വിലയെന്ന് പറഞ്ഞാൽ കൂടിപ്പോയ 10-200 രൂപ ആയിരിക്കും. പക്ഷെ അന്ന് 5,000 രൂപ വിളിച്ചെന്ന് വെച്ചോ, അടുത്തേക്കുള്ളവർ പറയും നിനക്ക് വട്ട്. പെണ്ണുങ്ങളിൽ നിന്ന് പറയും നിനക്ക് വട്ട്, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? വേണമെങ്കിൽ 2 കിലോ കാച്ചിൽ ഈ പൈസയ്ക്ക് ഒരു 10 കിലോ വെച്ച് പുഴുങ്ങി തന്നൂടെ? പക്ഷെ ആത്മാവുള്ള നിങ്ങൾ പറയും ഞാൻ ദൈവനാമത്തിലാണ് വിതച്ചത്, കാച്ചിലല്ല വിതച്ചത്, അല്ല എവിടെയെങ്കിലും തേങ്ങയിലല്ല വിതച്ചത്, ഇത് എൻ്റെ നിക്ഷേപമായി ഡിപ്പോസിറ്റായി മാറുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലരും ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇരിക്കും. എപ്പോഴും നമ്മൾ വിതയ്ക്കുന്നതെല്ലാം സ്വർഗത്തിൻ്റെ നിക്ഷേപമായി മാറുന്നത്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ കൊയ്യും. അല്ല ഭൗതികത്തിലൊക്കെ വിതച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കിടക്കുള്ളൂ. നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത് എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഹൃദയം ഇരിക്കും. നിങ്ങൾ നിക്ഷേപം ഉള്ളിടത്ത് ഇപ്പം നിങ്ങൾ നിക്ഷേപിച്ചിട്ട് വീട്ടിൽ ഒരു 10, 20 അല്ലെങ്കിൽ 100 പവനും വെച്ചുകൊണ്ട് സ്വർണ്ണം കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹല്ലേലൂയ പ്രൈസ് ശബ്ദം ഇവിടെ രാജ എൻ്റെ സ്വർണ്ണമേ അതിൻ്റെ അടിയിൽ എടുത്തിട്ട് പോകുമോ? ചെന്നുടനെ പൊക്കി അത് നോക്കുണ്ടോ ഇല്ലേന്ന് അല്ലേ? നോക്കിയിട്ടേ വെള്ളം കുടിക്കുകയുള്ളൂ. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളണമെന്ന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം, നമുക്ക് നല്ലൊരു അടിസ്ഥാനം വേണം. ക്രിസ്തുവിലൊരു അടിസ്ഥാനം വേണം. നിക്ഷേപിച്ചു കൊള്ളണം. വരും ആജ്ഞാപിക്കുക നമ്മളെ സമ്പത്ത് ഹാലല്യ നമ്മൾ നിക്ഷേപിക്കുന്നത് എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. ആത്മീയലൊക്കെ നിങ്ങൾ വിതയ്ക്കുന്നത്, ആത്മീയലൊക്കെ വിതയ്ക്കുന്നതെല്ലാം നിക്ഷേപമായി മാറുന്നുണ്ട്. ഇന്ന് നമുക്കുള്ള വാശിയും അതിനുള്ള ഉത്സാഹവും കാണണം. ദൈവത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ദൈവമക്കളെ, പക്ഷെ നമ്മുടെ കയ്യിൽ യേശു ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അതിനെക്കാട്ടി വലുത് യേശു നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കിയല്ല യേശു നമ്മളെ വിളിച്ചത്. എന്നെ വിളിച്ചത് ബാങ്ക് ബാലൻസ് നോക്കിയൊന്നുമല്ല. എന്നെ ധൈര്യത്തോടെ വിളിച്ചു. ഞാൻ ഇറങ്ങി. ഞാൻ ബാക്കിലോട്ട് നോക്കാറില്ല. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞ് അങ്ങ് ചെയ്യുന്നൊരു ദൈവമാണ്. എൻ്റെ നാമത്തിൽ ദാനം ചെയ്യുവാനാ, അതവരെ ദാനം ചെയ്യുവിൻ. നിങ്ങൾക്കുള്ള സൽപ്രവർത്തികൾക്ക് സമ്പന്നായി ദാനശീലനാവണം, നന്മ ചെയ്യണം. ദാനശീലനം സ്വർഗത്തിലെ നിക്ഷേപമാണ്. നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ആ വ്യക്തി നല്ലപോലെ പണിയും. ഉള്ള കാര്യം പറയാലോ, നിങ്ങൾ ദാനം എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നല്ലപോലെ ഇട്ട് കുത്തും. അവിടെ ഇട്ട് കുത്തും, ഇവിടെ ഇട്ട് കുത്തും, പോണിടത്തെല്ലാം ഓട്ടിച്ചിട്ട് കുത്തും. പക്ഷെ ദാനം ചെയ്യുന്നത് മറന്നു പോകരുത്. നിങ്ങൾ ചെയ്തത് ദൈവനാമത്തിലാണ്. നിങ്ങൾ ആരെയും സഹായിച്ചിട്ട് അവർ നിങ്ങളെ തോളിൽ തുരുത്തൂല്ല. നിങ്ങൾ നല്ല സഹായിച്ചു, ഒരാൾ നല്ല ഹെൽപ്പ് ചെയ്തു, അവർ കിട്ടുന്ന സമയം എല്ലാം കുത്തും. ഇങ്ങനെ പറയും അങ്ങേര്, പിന്നെ ഇങ്ങേര്, അപ്പുറത്തെ ആള്. അതുവരെയും അണ്ണാ, സാറേ, മാമ, ബ്രദറേ. പക്ഷേ ചോദിക്കുമ്പോഴൊക്കെ അല്ലെ അപ്പുറമായൊരു അനുഗ്രഹം കഴിഞ്ഞ് ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ പ്രതികരിക്കുന്ന ഞാനല്ല, എൻ്റെ ദൈവമായിരിക്കും പ്രതികരിക്കുന്നത്. ഒരനുഗ്രഹം ദാനം ചെയ്യുമ്പോൾ ആ പശുവിൻ്റെ പല്ലെണ്ണേണ്ട കാര്യമില്ല. നമ്മളത് ചെവിക്കൊള്ളണ്ടെന്നേ. അവർ നിങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞാലും അവരായിരിക്കും ആദ്യത്തെ ശത്രു. പക്ഷെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, ഈ ലോകത്തുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു നീ മടുത്തു പോകരുത്, വീണ്ടും വാരി കൊടുത്തുകൊണ്ടേയിരിക്കണം. അവർക്ക് വാരി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച കരങ്ങളാണ്. നിങ്ങളുടെ കരങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചാണ്. അതാണ് ദാനശീലമുള്ളവരായി ഔദാര്യമായി നിങ്ങൾ സാക്ഷിയുള്ള ജീവനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവനെ നോക്കിക്കോളും നഷ്ടപ്പെടല്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ജീവനുണ്ട്, നിത്യജീവൻ. അത് എവിടെയെങ്കിലും വീണ് പോയാൽ കൊണ്ടുപോകാൻ പറ്റൂല. ഏത് കാര്യത്തിലാണ് വീണു പോകുന്നതെന്ന് മനസ്സ് വളരെ കെയർ വേണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് മക്കൾ പാപം ചെയ്തു പോയി. പാപം ചെയ്തില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ദൈവസന്നിധിയിൽ അവരെന്താണ് ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ചും യാഗം കഴിക്കുമായിരുന്നു. അതാ ദാനശീലമായി കൊള്ളണം, നിങ്ങൾ കൈക്കൊള്ളണം. എന്നാൽ കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിങ്ങൾ ഇടണം. നിങ്ങളിടുന്ന അടിസ്ഥാനങ്ങളെല്ലാം
സ്വർഗത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ അടിസ്ഥാനം ഇടുന്നതല്ല എവിടെയായിരിക്കും? നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. നിങ്ങളുടെ നിക്ഷേപം കുറഞ്ഞു പോകരുത്. ഇവിടുത്തെ നിക്ഷേപം എടുത്തുകൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകാൻ നടക്കില്ല. എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വീടുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും, പൊന്ന് ബ്രദറെ, എൻ്റെ പൊന്ന് സഹോദരിമാരെ, ഞാൻ പറയാണ്, പൊന്ന് പാസ്റ്ററെ, കൊണ്ടുപോകാൻ പറ്റൂല, പറ്റത്തില്ല. ആരും കൊണ്ടുപോയ ചരിത്രമില്ല, ആർക്കും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എത്രയോ കോടീശ്വരന്മാർ ഇവിടെ നിന്ന് പോയപ്പോൾ, അയ്യോ എൻ്റെ 100 നില ഫ്ലാറ്റും കൊണ്ട് ഞാൻ പോടേ എന്ന് പറഞ്ഞോ? അനുഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ നിശ്ചയമായ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വിതയ്ക്കണം. ആത്മീയ കാര്യത്തിന് മുമ്പിൽ നിൽക്കണം. ഇല്ലായ്മയുടെ നിമ്മയിൽ ഇത് ബന്ധനം പൊട്ടണമെങ്കിൽ നമുക്കില്ലായ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ നിവർത്തിയില്ല. അത് മാറ്റി വെച്ചിട്ട് മക്കളെ കാര്യങ്ങൾ ശരി തന്നെയാണ്. പക്ഷെ ആ ബന്ധനം പൊട്ടണമെങ്കിൽ ആത്മീയ കാര്യത്തിലോട്ടൊന്ന് നിന്നോക്ക്. എന്താ സംഭവിക്കുന്ന അറിയാം. നമ്മളെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. എവിടെയും ഉയർച്ചയ്ക്ക് തടസ്സമായി തീരുന്നത് നമ്മൾ സ്വയം വിചാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അല്പം എടുത്തൊന്ന് കുറഞ്ഞു പോകുമ്പോൾ വെള്ളം കോരുന്നിടത്ത് മാത്രമേ ഊറാറുള്ളൂ, അല്ലേ? വെള്ളം കോരുന്നിടത്ത് മാത്രമേ വർദ്ധിച്ചു വരാറുള്ളൂ എന്ന് പറഞ്ഞ നിക്ഷേപം, നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുന്നു. എന്നാൽ മത്തായി സുവിശേഷം 6:19-21 വരെയുള്ള വാക്യം, പുഴുവും തുരുമ്പും ഒക്കെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ശ്രദ്ധിച്ച് കേക്ക്. ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നത്? മത്തായി സുവിശേഷം 6:19 വാക്യമാണ് വായിച്ചത്. പുഴുവും തുരുമ്പും ഒക്കെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ മോഷ്ടിക്കുന്നവരാണ്. പുഴുവ് ഭക്ഷണ സാധനങ്ങൾ തിന്നൂല, അല്ലെ? പണമാണ് ഭക്ഷണമായിട്ട് ഇരുന്ന് പുഴുത്ത് പെയ്യാലും തിന്നൂല, അങ്ങ് സൂക്ഷിക്കും. പുഴുവരിക്കുന്ന അനുഭവമുണ്ട്. തുരുമ്പെടുക്കുന്നതുണ്ട്. പല നന്മകളിലും ഇന്ന് പല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തുരുമ്പെടുക്കുന്നുണ്ട്. ഒന്ന് പുഴുവരിക്കുന്നുണ്ട്, തുരുമ്പെടുക്കുന്നുണ്ട്. അടുത്ത് ഇതാര് കൊണ്ടുപോകും? കള്ളന്മാർ തുരന്ന് അവരെന്താണ് ചെവര് തുറന്നും മണ്ണിൻ്റെ അടിയിൽ കൂടെ തുറന്നും മോഷ്ടിക്കുകയൊക്കെയും ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? തുരപ്പന്മാരുണ്ട്. തുരപ്പൻ എലിയുണ്ടോ? നിങ്ങൾ ആരും തുരപ്പനെയും കണ്ടിട്ടില്ല, എലിയും കണ്ടിട്ടില്ല. ചിലതിനൊക്കെ വാർത്തയിൽ വായിക്കുന്നുണ്ട്, ചില തുരപ്പന്മാരെ പിടിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നിക്ഷേപത്തിലേക്ക് വരുമ്പോ കള്ളന്മാർ തുരക്കും. ഇന്ന് വാഴത്തോട്ടം മാത്രമല്ല തുരക്കണത്, പല ഭവനത്തിനകത്തും വീട് കണ്ട കൊള്ളയടിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ വാർത്തയിൽ? 101 ഭവനും സ്വർണം ആഭരണങ്ങളെല്ലാം മോഷ്ടിക്കുന്ന 300 പവൻ, ഹല്ലേലൂയ, 1-2 അല്ല, കോടിയുടെ ഈ ലോകത്ത് ഭൂമിയിൽ എന്ത് ചെയ്യും? നമ്മൾ എന്തൊക്കെ സ്വരൂപിച്ച് വെച്ചാലും കള്ളന്മാർ മോഷ്ടിക്കുന്നുണ്ട്. ഭൂമിയിൽ നിക്ഷേപം ആവശ്യത്തിനെല്ലാം വേണം. അമിതമായി കൂടുതൽ വെച്ച് കളയല്, എല്ലാം ആവശ്യത്തിന് വെക്കുക. അമിതമായി ഇതെൻ്റെ കുടുംബത്തിൻ്റെ അമ്മച്ചിയുടെ ആണ്, അപ്പൂപ്പൻ്റെ ആണ്, ഇതൊക്കെ പറയല്. എനിക്കെന്ന് അപ്പൂപ്പൻ്റെ അമ്മയല്ല, ഞാൻ വിറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിയാക്കി. പിന്നെ അതിൻ്റെ മേലൊരു അവകാശം ആരും പറയില്ല. ഹല്ലേലൂയ. എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ. എന്നാൽ നിക്ഷേപം എവിടെ ആയിരിക്കണം? ഇവിടെ ഭൂമിയിൽ സ്വരൂപിക്കരുത്. അമിതമായി ആവശ്യത്തിന് വേണം. ഇല്ലാന്ന് പറഞ്ഞ് നാളെ ബാങ്ക് മൊത്തം വലിച്ചേറായി കളഞ്ഞിട്ട് പോകാനല്ല പറഞ്ഞത്. പാസ്റ്റർ പ്രസംഗിച്ച് എന്നെ നിക്ഷേപങ്ങൾ എടുത്തെല്ലാം ദാരിദ്ര്യമൊക്കെ വാരി കൊടുക്കുമെന്ന് പറഞ്ഞ് തീരെ ദാരിദ്ര്യമാവരുത്. നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണമെന്ന് ബൈബിൾ പറയുന്ന 20-ാമത്തെ വാക്യത്തിൽ, പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപമുള്ളത് നിന്റെ ഹൃദയം ഇരിക്കുന്നു. പുഴുവരിക്കും, തുരുമ്പെടുക്കും, കള്ളന്മാർ മോഷ്ടിക്കും, സമാധാനം പോവും, എല്ലാം പോകും. പിന്നെ സമാധാനം പോകുമ്പോൾ രോഗമായി പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് നീക്കപ്പെടും നമ്മൾ. പിന്നെ മോഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പാസ്റ്ററെ തലയിറങ്ങുന്നുണ്ട്, പാസ്റ്ററെ പിടിച്ചോ. മനുഷ്യന് ഭയങ്കര ബലഹീനയാണ്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. ശരീരം വിട്ട് കളിക്കരുത്. നിങ്ങളുടെ ശരീരം വിട്ട് കളിക്കരുത്. നിങ്ങളുടെ ശരീരം
ബലഹീനൻ. എന്തെങ്കിലും പെട്ടെന്ന് വന്നാൽ താങ്ങുമോ? പെട്ടെന്ന് ബോധക്കേട് വരും. ഉള്ള കാര്യം പറയുക, സീരിയസ് ആയിട്ട് പറയുക. എന്തെങ്കിലും ഒരു പ്രശ്നം, ചെറിയ നിസ്സാരമായ ചെറിയൊരു കാര്യം വന്നാൽ, വലിയതാണ് ചെറുതായിക്കോട്ടെ, ശരീരം പ്രതികരിക്കും. ദൈവമക്കളെ, പെട്ടെന്നൊരു കാര്യം വന്നാൽ പൈസ കൊണ്ട് നേടത്തില്ല. നിങ്ങളുടെ ബലഹീനമായ ശരീരത്തെ നിങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുവാൻ. ഏത് അവസ്ഥ വന്നാലും പ്രതികരിക്കാനുള്ളൊരു ശക്തി പ്രാപിക്കണം. ഈ ലോകത്ത് പുഴുവും തുരുമ്പുമെടുക്കും. വചനം പറയുന്നു, പുഴുവും തുരുമ്പുമെടുക്കാത്ത, കള്ളന്മാർ തുരന്ന് മോട്ടിക്കാത്ത ഒരേ ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗത്തിലാണ്. കള്ളന്മാർക്ക് കയറാൻ പറ്റൂല. അവിടെ പുഴുവരിക്കത്തില്ല, തുരുമ്പെടുക്കത്തില്ല. സ്വർഗത്തിൽ നിക്ഷേപമുള്ളത്. ആ സ്വർഗത്തിൽ നിക്ഷേപമുള്ള സമയത്ത് നിന്റെ ഹൃദയം എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും. നിന്റെ നിക്ഷേപമുള്ളടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ നിക്ഷേപമുള്ളടുത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഡിപ്പോസിറ്റ് എവിടെ ആയിരിക്കണം? ഈ ലോകത്തിന്റെ ആഡംബരത്തില്ല, സുഖത്തിന്റെ നന്മയില്ല. അത് ഒരിക്കലും ശാശ്വതമല്ല. ഇത് ശാശ്വതമല്ല. നിങ്ങൾ നിക്ഷേപിക്കുന്നത്, ദൈവനാമത്തിൽ ചെയ്യുന്നത്, ചാരിറ്റി ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കും, എങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപിക്കാം? 10 പേർക്ക് ആഹാരം കൊടുക്കുന്നത്, ഞായറാഴ്ച ദിവസങ്ങൾ ആഹാരം ഏറ്റെടുക്കുന്നത്, ചാനലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്, RCC ഫുഡ് കൊടുക്കുന്നത്, നോർത്ത് ഇന്ത്യൻ മിഷണറി സപ്പോർട്ട്, കൺവെൻഷനുകൾ, ഹാൽ എല്ലാം നിക്ഷേപമാണ്. ആലയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൈതാങ്ങുന്നത്. എന്റെ നിക്ഷേപം സ്വർഗത്തിലാണ്. നീ എന്ത് നിക്ഷേപിച്ചു? ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്തിനുണ്ടാക്കി? പറയും, ഞാൻ വീടുണ്ടാക്കി, 2 മക്കളെ കിട്ടി, ഒരു ഭാര്യയെ കിട്ടി. ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എവിടെ? പക്ഷെ ആത്മീയലൊക്കെ വിതച്ചത്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഭർത്താവ് വിതയ്ക്കണ കാണുമ്പോഴും. ചിലർ ഭാര്യയുടെ ചോദിച്ചിട്ടേ വിതയ്ക്കുള്ളൂ. ചില ഭർത്താവ് ഭാര്യ ചോദിച്ചിട്ട്, ഇല്ല, നമുക്ക് തന്ന കൃപ അനുസരിച്ച് വിതച്ചോളണം. അവിടെ ആടെ മനുഷ്യന്റെ അടുത്തിരിക്കുന്ന ആരും അനുവാദം വേണ്ട. നീ ആത്മീയ കാര്യത്തിനോട് വിതയ്ക്കുമ്പോഴാ നിന്റെ നിക്ഷേപമായി മാറുന്നത്. ഹല്ലേലൂയ. ഇത് അതാ ഭൂമിയിലുള്ളത് ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡിപ്പോസിറ്റായി മാറുന്നുണ്ട്. ചിലരൊക്കെ വാശിയേറി നിൽക്കും, അല്ലെ ആത്മീയ കാര്യത്തിന് മുമ്പിൽ ഇത് എത്ര ഒരു ബാക്കിലോട്ട് പോകണമെന്നറിയാം. ഞാൻ ദൈവത്തിന് കൊടുത്ത് കടം, ദൈവനാമത്തിൽ കൊടുത്ത് ആരും കടക്കാരായിട്ടില്ല. ദൈവനാമത്തിന് കൊടുത്ത് ആരും ദൈവനാമം വിളിച്ചൊരു ഒരു ദാരിദ്ര്യവും പട്ടിണി വന്നിട്ടില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, പച്ചവെള്ളം കൊടുത്താലും പ്രതിഫലമുണ്ട് കുഞ്ഞെ. ഒരു പച്ചവെള്ളത്തിന്, സാധാരണ ഇത് വെള്ളമാണ്, ഇതിപ്പോൾ ചില പൈസ കൊടുത്ത് വാങ്ങുക, നമുക്ക് സൗജന്യമാണ്. നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം ദൈവനാമത്തിൽ എനിക്ക് തന്നാൽ, നിങ്ങളെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് തരുന്നത്. ചില 1 ഗ്ലാസ് ചിലപ്പോൾ ഒരു ചായ പോലിട്ട് തരില്ല, ചിലപ്പോൾ ഒരു വെള്ളമാക്കി തരുന്നത് മതി. ഞാൻ സ്തോത്രം പറഞ്ഞ് കുടിക്കുകയാണ്, 1000 പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്നേഹത്തോടെ ചിരിച്ചും കൊണ്ട് തന്നപ്പോൾ, സ്തോത്രം പറഞ്ഞ് ഞാൻ കുടിച്ചപ്പോൾ, യേശുവിന്റെ നാമത്തിലാ ഇത് നിശ്ചയമായി മാറുന്നുണ്ട്. പക്ഷെ ഈ വെള്ളം നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, അല്ലേ? ഇന്ന് ഈ ലോകത്തിലേക്ക് നിങ്ങൾ വില കൊടുത്ത്, പച്ചവെള്ളം വില കൊടുത്താൽ വാങ്ങി, പലരും ഫിൽറ്റർ വെള്ളം വില കൊടുത്താൽ വാങ്ങുന്നത്. പക്ഷേ പലർക്കും നിസ്സാരമായിട്ട് കാണാറുണ്ട് വെള്ളം വരെ. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിന് വരെ കണക്ക് പറയുന്ന ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, വെള്ളത്തിന് വരെ, ഓരോ തുള്ളി വെള്ളത്തിനും വില പറയുന്നുണ്ട്. 1000 തുള്ളികൾ അടങ്ങിയാണ് ഈ വെള്ളമെന്ന് പറയുമ്പോൾ, പല തുള്ളികൾ ചേർന്ന പെരുവെള്ളമാകുന്നത്, പല തുള്ളികൾ ചേർന്ന് പെരുവെള്ളമാകുന്നുണ്ടെങ്കിൽ പലതായി ചേർന്നത് നിക്ഷേപമായി മാറുന്നത്. നിങ്ങൾ പല കാര്യങ്ങൾ ആത്മീയ ചെയ്യുന്നത്, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഹല്ലേലൂയ, അത് തുരുമ്പെടുക്കത്തില്ല, ഒന്നും അഴുകി പോകാറില്ല, ഒന്ന് ചീഞ്ഞു പോകാറില്ല. സ്വർഗത്തിൻ്റെ നിക്ഷേപത്തിന് എപ്പോഴും ക്ലാമർ കൂടുതലാണ് കേട്ടോ. അവിടെ എല്ലാം ക്ലാമർ കൂടുതലാണ്. കാരണം എന്താണ്? നിങ്ങൾ അവിടെ ഇരിക്കുന്നിടത്താണ് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിക്ഷേപം. ഇന്ന് പലരും പണത്തിൻ്റെ മേൽ കണ്ണുവെച്ച് ഈ ലോകത്തിൻ്റെ നന്മ കണ്ട് ഓടുമ്പോൾ, ആത്മീയ ജീവിതത്തിലേക്ക്, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ, എനിക്ക് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ കർത്താവേ, അതിനു വേണ്ടി ഒരു കൃപ വേണം. എന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നിങ്ങൾ ഓടി രാവിലെ മുഴുവൻ പണിയെടുത്തു,
രാവിലെ മുഴുവനും പണിയെടുത്ത് ഉണ്ടാക്കി തിന്നാതെ വയറ്റിന് കൊടുക്കാതെ ഉണ്ടാക്കി വയ്ക്കും. നേരെ ചൊവ്വൊരു ജ്യൂസ് പോലും കുടിക്കൂല, നേരെ ചൊവ്വൊരു ചായ പോലും കുടിക്കൂല. എല്ലാം ഉണ്ടാക്കി വയ്ക്കും. ശരിക്കും വയറ് വീക്കണത് ആയാലും കല്യാണം വീട്ടിൽ പോകണം. നല്ല നേരെ ചൊവ്വ വയറ് വീക്കണമെങ്കിൽ ഒരു കല്യാണം നടന്ന നല്ലപോലെ കഴിക്കും, പൈസ കൊടുത്ത് തിന്നത്തില്ല. ഈ പുള്ളിക്കാരൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പാസ്റ്ററെ എല്ലാം പോയാച്ചോ എല്ലാം പോയാച്ച്. പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെ പോവാച്ചായിരിക്കണമെങ്കിൽ നിശ്ചയമായി എന്തായി മാറണം? അനുഗ്രഹം നിശ്ചയമായി മാറണം. നിങ്ങൾ വിതയ്ക്കുന്നവരുമേ നിക്ഷേപ സ്വർഗത്തിലായിരിക്കണം. നിങ്ങളുടെ ഹൃദയവും അവിടെ ആയിരിക്കണം. ചഞ്ചലപ്പെടത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടർച്ച വരത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എന്തായി മാറുന്നുണ്ട്? നിശ്ചയമായി മാറുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ നിശ്ചയമായി ഇത് നമ്മൾ ഡിപ്പോസിറ്റ് എവിടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം? സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. ഈ ഡിപ്പോസിറ്റ് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരു കള്ളനും മോട്ടിക്കാൻ പറ്റത്തില്ല. ഭൂമിയിലായിരിക്കുന്ന സകല ബാങ്ക് വരെ കുത്തി തുറന്ന് ഓട്ടിക്കുന്ന കാലഘട്ടങ്ങളാണ്. ഇപ്പം വീട്ടിലും വയ്ക്കാൻ പറ്റൂല, ബാങ്കിലും കൊണ്ട് വയ്ക്കാൻ പറ്റൂല, ഇത് ഒരിടത്തും വയ്ക്കാൻ പറ്റൂല. ഇപ്പം കിടക്കുന്നിടത്തും വയ്ക്കാൻ പറ്റൂല, തറയിലും കുഴിച്ചിടാൻ പറ്റൂല, വണ്ടിയിലും വയ്ക്കാൻ പറ്റില്ല, ഒരിടത്തും വയ്ക്കാൻ പറ്റൂല. കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടി. ഇതൊക്കെ എടുത്ത് ചെയ്യാത്തവരോട് പറയുക, ഇന്നെങ്കിലും പാവപ്പെട്ട 10 പേർക്ക് ഊണ് വെച്ചുകൂടും. അല്ലെങ്കിൽ പാവപ്പെട്ട നോക്കി കർത്താവോട് ചോദിക്കണം. നിങ്ങൾ ആരോട് ചോദിക്കണ്ട. ഞാൻ ദൈവത്തോട് 10 പണം വന്നപ്പോൾ ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങളോടല്ല പറയാം, ചാനലിനോട് പറയാം. ദൈവനാമത്തിൽ എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ, ഞാൻ എവിടെയൊക്കെ വിതയ്ക്കുന്നു, നിങ്ങൾ എവിടെയൊക്കെ വിതയ്ക്കുന്നുണ്ടോ, ആത്മീയ കാര്യങ്ങൾ എവിടെയൊക്കെ വിതയ്ക്കുന്നുണ്ടോ, അത് 30 അല്ല, അത് 60 അല്ല, 100 മേനിയാണെന്ന് ആത്മാവിൽ വിളിച്ചു പറയൂ. നിങ്ങളുടെ നിക്ഷേപം, ഞങ്ങളുടെ നിക്ഷേപമുള്ളടുത്ത് എൻ്റെ ഹൃദയം ഇരിക്കും. ഈ ഭൂമിയിൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് എൻ്റെ ഇഷ്ടം ഒന്നും നടക്കരുത് അപ്പാ. ഇന്ന് പറയുന്നു, കർത്താവേ നിൻ്റെ ഇഷ്ടം മാത്രം മതി, നിൻ്റെ ഹിതം മാത്രം ചെയ്താൽ മതി. ഇനിയുള്ള ആയുസ്, എനിക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവേ, ഈ ഭൂമിയിൽ എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമോ ആ കാലം വരെയും എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് സ്വർഗത്തിലെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലല്ല, എൻ്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കാൻ ഇന്ന് ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകണം. ഇന്ന് കർത്താവേ, ഇന്ന് പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നവർ പല കെണികളും കുടുക്കലും പരീക്ഷയിൽ അകപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടം മാത്രം ചെയ്ത് ദൈവമേ നിൻ്റെ പദ്ധതിക്ക് മാത്രം അതിനകത്ത് ഉൾക്കൊള്ളുണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണം. ഈ വചനങ്ങളാൽ ദൈവം സമർത്ഥം അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.